ഈ ആഴ്ചയുടെ പ്രാരംഭ ദിവസം ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്ന മുഖാന്തരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളെങ്ങനെ വാഴ്ത്തുകയാ, ഞങ്ങളെങ്ങനെ സ്തുതിക്കുകയാ. സ്തുതികളിൽ മേൽ വസിക്കുന്ന സർവശക്തനായ ദൈവം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മധ്യമുള്ളതിനാൽ ഞങ്ങളെനിക്ക് നന്ദി പറയുന്ന കർത്താവേ, ഭാരത്തോടെ വേദനയോടെ നിരാശയോടെ ആയിരിക്കുന്ന ജനത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് അവരുടെ കഷ്ടത കണ്ട് അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് അവരുടെ നിലവിളി കേട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന ആ കർത്താവ് ഇന്ന് പകൽ ഞങ്ങളുടെ മധ്യമുള്ളതിനാൽ ഞങ്ങളെനിക്ക് നന്ദി പറയുന്ന കർത്താവേ, വലിയ കൊള്ള കണ്ടു കിട്ടിയവരെ പോലെ സന്തോഷിപ്പാൻ, അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവ് ദൈവം കൂടെ ഇരിക്കണം. ഞങ്ങളോടൊപ്പം ആരാധനയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. വീഡിയോ കോളിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, ദൈവജനത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, ഏത് കൃപ കൊണ്ട് നിറയ്ക്കണമേ. ദുഷ്ടം തൊടുവാൻ, ദൃഷ്ടി വെക്കുവാൻ, തകർത്ത് കളവാൻ അവിടെ അനുവദിക്കരുതെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശേഷാത്തൊടുവിലായിരിക്കുന്ന പ്രിയ ഷാനിയാണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ ഞങ്ങളോട് ഒരുമിച്ച് ആരാധനയിൽ പങ്കെടുക്കുന്നല്ലോ കർത്താവേ. ഇന്ന് പകൽ ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നത് നാമം മഹിമപ്പെടുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിൽ വിടുതലും നല്ല വചനങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ, നല്ല ആരാധന ഞങ്ങൾക്ക് നൽകണമേ. ഭവനത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങേ ആരാധിക്കുന്ന, അങ്ങേ സ്തുതിക്കുന്ന എല്ലാ അങ്ങയുടെ മക്കളെയും അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാവുന്ന പാട്ടുകൾ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ Bye.
നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നോ നന്ദി ചെയ്യുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നോ നന്ദി ചെയ്യുന്നു ഞാൻ. അറിയിക്കാത്തവൻ ആരെയോ എനിക്കെയോ ദയാനിധേ. അറിയിക്കാത്തവൻ ആരെയോ എനിക്കെയോ ദയാനിധേ. യാചിക്കാത്ത കന്മകൾ പോലും എനിക്കേകുമോ സ്തുതി. കണ്ണടിച്ച് പാടിയ കന്മകൾ പോലും എനിക്കേകുമോ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി ചെയ്തോരോ നന്മയ്ക്കും ഇന്നോ നന്ദി ചെയ്യുന്നു ഞാൻ. എനിക്കായി ചെയ്തോരോ നന്മയ്ക്കും ഇന്നോ നന്ദി ചെയ്യുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകകാലനായി നിന്നെ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകകാലനായി നിന്നെ വിശ്വസിക്കുന്നു ഞാൻ. ആരും കാലമൊക്കെയും അറിയിക്കാത്ത കന്മകളോ
ചെയ്ത ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തുതി പാടുവാൻ, അവൻ ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദി പറയുവാൻ ഈ പകൽ നമ്മെ ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന സർവകൃപാലുവായ ദൈവത്തിന് നമ്മുടെ കാര്യങ്ങളെ ഉയർത്തി ആദരങ്ങളെ തുറന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്യാമല്ലോ. സ്തുതികളിന്മേൽ വസിക്കുന്ന സർവശക്തനായ ദൈവം അർഹിക്കാത്ത നന്മകൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന്, അത് യാചിക്കാത്ത നന്മകൾ പോലും നമുക്ക് നൽകി തന്ന് അതേ അനുദിനം നമ്മെ നടത്തിയ ആ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം ഇനിയും നമ്മെ നടത്തുക ശക്തിയുടെ കരമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാരങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, അതേ നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന, നിന്നെ താങ്ങുന്ന ഒരു നല്ല കാലം കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊടുപുഴയിലായിരിക്കുന്ന പ്രിയ ഷാനിയാലി ഇന്നത്തെ ആരാധന വഹിച്ചുകൊണ്ട് ആമേൻ ദൈവം നമ്മോട് സംസാരിപ്പാനും ഇന്നത്തെ ആരാധന നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് വിടുതലിന് കാരണമായി തീരുക, ദേശം അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കുവാനിടയാകേണ്ടതിനാൽ ഇന്നത്തെ ആരാധന വഹിച്ചുകൊണ്ട് ആമേൻ വ്യക്തി ജീവിതങ്ങളെ, കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് ആമേൻ എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ തൊടുപുഴയിലായിരിക്കുന്ന ഷാനിയാലി ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. മനോഹരമായ നല്ല ഞങ്ങൾക്ക് അനുഗ്രഹമായി പരിധിയാകണമേ. സ്വർഗം പൊഴിഞ്ഞു നോക്കുന്ന ഒരു പകൽക്കാലം ആരാധന വെളിപ്പെടുവാണ് കർത്താവെ നീ സഹായിക്കേണ്ടതിനാൽ സ്തുതിക്കുന്ന കർത്താവെ കർത്താവിന്റെ ദാസനെയോട് സ്തോത്രം ചെയ്യാണ് കർത്താവെ. ദാസിക്ക കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ വചന ശുശ്രൂഷവാൻ അധികാരപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. കേൾക്കുന്ന, ഇരിക്കുന്ന, ശ്രദ്ധിക്കുന്ന ജനത്തിന് ആവശ്യം ആലോചന സ്വർഗത്തിൽ നിന്ന് പ്രദാനം ചെയ്ത് ശക്തിയ നിറച്ചെത്തിക്കണമെന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനും അവരുടെ കുഞ്ഞുങ്ങൾക്കും ശക്തിയോടെ ഇതുകാലം പ്രിയവയ്ക്കുന്നവരെ കർത്താവേ ആവശ്യം ആലോചന ദൈവത്തിന് പ്രാർത്ഥന ജനത്തിന് നൽകുവാൻ അഭിഷേകം നിറച്ചെടുക്കുന്ന സൂക്ഷിക്കണമേ. നല്ല സാക്ഷ്യങ്ങള് സങ്കീർത്തന പ്രബോധനം വിദ്യാലയത്തിൽ പ്രദാനം ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. ജീവന്റെ സാക്ഷ്യങ്ങളെ കേൾപ്പിക്കണമേ. ഒരു സാക്ഷി കേൾക്കുമ്പോൾ മറ്റൊരാളെ കേൾക്കുമ്പോൾ ജീവിതത്തിൽ ജീവന്റെ ചൈതന്യം ഉണ്ടാക്കുവാൻ, ജീവിതത്തിലെ രൂപാന്തരങ്ങൾ ഉണ്ടാകുവാൻ, രോഗികളെ സൗഖ്യമാകുവാൻ, സമാധാന സന്തോഷം അഭിവൃദ്ധി മനങ്ങളും അവർക്ക് ഉണ്ടാകത്തക്കണം. ഇന്ന് പകലിൽ കർത്താവേ എല്ലാവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതേപോലെ സമർപ്പിക്കും. അതിന് താഴ്ത്തുന്നു. അതോടൊപ്പം സാന്നിധ്യത്തിൽ മറവിൽ ഞങ്ങളെ മറയ്ക്കും. ആരാധനയിൽ നാട്ടും പ്രാർത്ഥനയുടെ എല്ലാ സ്വർഗത്തിൽ പ്രസാദകരമാകുന്നു. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അതിന്റെ 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതി വാക്യമായി ദൈവസന്നിധിയിൽ വായിക്കുന്നതായിരിക്കും. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം
അതിന്റെ 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതി വാക്യമായി ആമേൻ ഇപ്പോൾ ഷീജ ശബ്ദമുയർത്തി വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അതിന്റെ 1 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങൾ. വീട്ടിലിരിക്കുന്നവർ, ഈ ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ, വീഡിയോ കോളിലൂടെ ശ്രദ്ധിക്കുന്നവർ ദയവായി 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് പകൽ വാക്യപ്രതി വാക്യമായി നാം വായിക്കുന്നത്. അതിന്റെ 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി ഷീജ വായിക്കുകയും ഒടുവിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിന്റെ ശേഷം മോവാബ്യരും അമ്മോന്യരും അവരുടെ കൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു, ഇതാ അവർ എൻഗെദോരിനും ഗെസെസോനും തമ്മിൽ ഉണ്ട് എന്ന് അറിയിച്ചു. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദർ ഒന്നിച്ചുകൂടി സകല യഹൂദ നഗരങ്ങളിൽ നിന്ന് അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. യഹോശാഫാത്ത് യഹോവയുടെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിന്റെ മുമ്പിൽ യഹൂദയുടെയും യെരൂശലേമിന്റെയും സഭാമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞതെന്തെന്നാൽ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗ്ഗസ്ഥനായ ദൈവമല്ലോ, നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ, ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയെ പ്രകാരം നിനക്കുണ്ടല്ലോ. ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്നും ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്കും ശാശ്വതമായി കൊടുത്തുവല്ലോ. അവർ അതിൽ പാർത്തു. ന്യായവിധിയുടെ വാൾ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിന്റെ മുമ്പിലും നിന്റെ സന്നിധിയിൽ നിന്ന് നിന്റെ നാമം ഈ ആലയത്തിൽ ഉണ്ടല്ലോ, ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷപ്പെടുത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിൽ തിരുനാമത്തിന് വേണ്ടി നിനക്ക് ഒരു വിശുദ്ധ മന്ദിരം പണിതു. ഇസ്രായേൽ ദേശത്ത് നിന്ന് വരുമ്പോൾ അവർ അമ്മോന്യരെയും മോവാബിനെയും പർവ്വതക്കാരെയും ആക്രമിക്കുവാൻ നീ അനുവാദം കൊടുത്തില്ലല്ലോ, അവർ അവരെ നശിപ്പിക്കാതെ വിട്ടുമാറി. ഇപ്പോൾ ഇതാ നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശത്തിൽ നിന്നും ഞങ്ങളെ നീക്കിക്കളവാൻ അവർ വന്നു ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതിഫലം തരുന്നു. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്തു ചെയ്യേണ്ടതെന്ന് അറിയുന്നതുമില്ല, എങ്കിലും ഞങ്ങൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ യഹൂദരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടുകൂടെ ഭാര്യമാരോടും മക്കളോടുകൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മത്ഥന്യാവിന്റെ മകനായ യെരോവിന്റെ മകനായ ബെന്യാമിന്റെ മകനായ സെഖര്യാവിന്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവിയുടെ മേൽ വന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളിച്ചെയ്യുന്നു, ഈ വലിയ സംഭവം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളോടല്ലോ, നിങ്ങളുടേതല്ല, ദൈവത്തിന്റേതത്രേ. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ. ഇതാ അവർ സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു. നിങ്ങൾ അവരെ മരുഭൂമിക്കെതിരെ തോട്ടിന്റെ അരികത്ത് വെച്ച് കാണും. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദയും യെരൂശലേമും ആയുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവിടെ നേരെ ചെല്ലുവിൻ, യഹോവ നിങ്ങളോട് കൂടെ ഉണ്ട്. അപ്പോൾ യഹോശാഫാത്ത് സാഷ്ടാംഗം വണങ്ങി യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോവയുടെ മുമ്പാകെ വീണ് നമസ്കരിച്ചു. കെഹാത്തിലും കെരാഹ്യരുമായ ലേവ്യർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു. പിന്നെ അവർ അധികാലത്ത് എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് നിന്നുകൊണ്ട്, യഹൂദരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പി, നിങ്ങളുടെ ദൈവമായ യഹോവയെ വിശ്വസിപ്പി, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പി, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞു. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ,
അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോനിനെയും മോവാബിനെയും സോയർ പർവ്വതക്കാരുടെയും നേരെ പടിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. അമ്മോന്യരും മോവാബിയരും സോയർ പർവ്വത നിവാസികളോടും എതിർത്ത് അവരെ നിർമൂലമാക്കി നശിപ്പിച്ചു. സോയർ നിവാസികളെ സംഹരിച്ച ശേഷം അവർ അന്യോന്യം നശിപ്പിച്ചു. യഹൂദ മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിനരികെ എത്തിയപ്പോൾ അവർ പുരുഷാരത്തെ നോക്കി അവർ നിലത്ത് ശവങ്ങൾ കിടക്കുന്നത് കണ്ടു. ഒരുത്തനും ചാടിപ്പോയിരുന്നില്ല. യഹോശാഫാത്തും അവരുടെ പടജനവും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ അവരുടെ ഇടയിൽ അനവധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്ത്രങ്ങളും കണ്ടെത്തി. തങ്ങൾക്ക് ചുമപ്പം കഴിയുന്നതിലധികം ഊരിയെടുത്ത് കൊള്ള അധികം ഉണ്ടായിരുന്നതുകൊണ്ട് അവർ 3 ദിവസം കൊള്ളയിട്ടുകൊണ്ടിരുന്നു. 4-ാം ദിവസം അവർ ബെരോഗാ താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ആ സ്ഥലത്ത് നിന്ന് യഹോവ അവർക്ക് ശത്രുക്കളുടെ മേൽ ജയ സന്തോഷം നൽകിയതുകൊണ്ട് യഹൂദ്യരും യെരൂശലേമ്യരും എല്ലാം മുമ്പിൽ യഹോശാഫാത്തുമായി സന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവർ വീണകളോടും കിന്നരങ്ങളോടും കാകളോടും കൂടെ യെരൂശലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു. യഹോവ ഇസ്രായേലിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിന്റെ ഭീതി ആ ദേശങ്ങളിലെ സകല രാജ്യങ്ങളിന്മേലും വന്നു. ഇങ്ങനെ അവന്റെ ദൈവം ചുറ്റും വിശ്രമം നൽകിയതുകൊണ്ട് യഹോശാഫാത്തിന്റെ രാജ്യം സ്വസ്ഥമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്നങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ ഒരു യുദ്ധത്തിന്റെ മുന്നിൽ നിൽക്കുന്ന യഹോശാഫാത്തിന് അവനെ ചുറ്റും വിശ്രമം നൽകുന്ന ഒരു ദൈവം അവന്റെ രാജ്യത്ത് സ്വസ്ഥത നൽകിയതായി കാണുന്നു. ഇന്ന് പകൽ അവന്റെ സ്വസ്ഥത അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ, അവൻ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ഒന്നുമില്ല. ഇന്ന് പകൽ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അവൻ ജയത്തോടെ മുന്നോട്ട് പോകുക. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് പകൽ ഹല്ലേലൂയ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്തുതി പിതാവേ, നല്ല സമയത്തായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇത്രത്തോളം സമയം കർത്താവേ വിശുദ്ധ പലക്കാരെ അങ്ങ് ആരാധിപ്പാൻ സുഖമാക്കപ്പെട്ടു. എല്ലാം കർത്താവ് കൃപയിലോ കർത്താവ് പാടുക പ്രാർത്ഥിപ്പാൻ ആരാധിപ്പാൻ കർത്താവ് കൃപയിലോ കർത്താവേ. ഇന്ന് പലക്കാലം കർത്താവേ വചനത്തിനുമായ പങ്കത്താവ് ധ്യാനിപ്പാൻ കർത്താവ് കൃപയിലാണെന്നോട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് പലക്കാലം കർത്താവ് യുദ്ധത്തിനായി പുറപ്പെടുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കുവാൻ ശക്തിയിരിക്കുന്നു. ഇന്ന് പലക്കാലത്തെ ആമേൻ വചന ശുശ്രൂഷയത്തിന് കർത്താവ് സഹായിക്കണം. ശിശുദാസന കാര്യങ്ങൾക്ക് ഉപയോഗിക്കണമേ. അതിന്റെ ആഴങ്ങൾ മർമ്മങ്ങൾ വെളിപ്പെടുത്തണമേ. ക്രൂശിന്റെ മരണം സംസാരിപ്പാൻ അധികാരപ്പെടുത്തണമേ. വനങ്ങളെ തോന്നിയിരിക്കുമ്പോൾ ഇമ്പശബ്ദം മാൻപേടകൾ പ്രസരിക്കുമ്പോൾ ഇമ്പശബ്ദം കേൾപ്പിക്കണമേ. പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കൂടെ ലൈവിലായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഓൺലൈനായിരിക്കും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുക, അമൃതരായി തീരുക, സന്തോഷമായി തീരുക. അപ്പാ സഹായിക്കുമാറാണ് പേര് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നു കർത്താവേ. അല്പസമയം അവിടെ പാത്രത്തിൽ ഏകാഗ്ര മനസ്സിലെ ഭയഭക്തിയോടെ ആവശ്യബോധമായിട്ട് കൃപയുമാറാണ് മേൽ പ്രാർത്ഥിക്കുക. സാധ്യത കൂടി സഹായിക്കുക. സമസ്ത പ്രാർത്ഥന സ്വന്തം യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദിവസത്തിൽ പോയിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമാ ഒന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. റാഫാ യഹോവാ എന്നെ സൗഖ്യം ആക്കും. ശമ്മാ യഹോവാ എങ്ങും അവരുണ്ട്. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം,
ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. ശാലോം യഹോവ എന്നെ സമാധാനം. നീസി യഹോവ എന്റെ ജയക്കൊടിയായി. ശാലോം യഹോവ എന്റെ സമാധാനം. നീസി യഹോവ എന്റെ ജയക്കൊടിയായി. ഈ ദൈവം എന്റെ ദൈവം എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എന്റെ ദൈവം എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം. ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം. ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ആമേൻ. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവം ആമേൻ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ സൗഖ്യമാക്കുന്നവനാണ്. ഹല്ലേലൂയ. അവൻ സമാധാനം നൽകുന്നവനാണ്. അവൻ ജയം നൽകുന്നവനാണ്. ഈ ദൈവം എല്ലായ്പ്പോഴും നമ്മോട് കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ, അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ, ഓ കരമരിച്ച കർത്താവിന് നന്ദി പറഞ്ഞാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആദിപിതാക്കന്മാർ ആത്മാവിന് സത്യത്തിനും ആരാധിച്ചതുപോലെ ഈ വിശുദ്ധ പകലിൽ കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ, ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് ആമേൻ കുടുംബമായി കുഞ്ഞുങ്ങളുമായി അവരവരുടെ ഭവനങ്ങളിൽ ഇരുന്ന് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ, ബലപ്പെടുത്തുന്നല്ലോ. ഇന്ന് പകൽ ഈ ലൈവിൽ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളോടൊപ്പം കർത്താവിനെ ആരാധിക്കുന്ന വിശേഷ വീഡിയോയിലൂടെ ആമേൻ ഞങ്ങളെ കണ്ട് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആമേൻ എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാ. ആമേൻ. സർവശക്തനായ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഇന്ന് പകൽ നാം വായിച്ച വേദഭാഗം ആമേൻ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണല്ലോ. ആമേൻ. അതിന്റെ 30-ാമത്തെ വാക്യം ആമേൻ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെ അവന്റെ ദൈവം ചുറ്റും വിശ്രമം നൽകിയത് കൊണ്ട് യെഹോശാഫാത്തിന്റെ രാജ്യം സ്വസ്ഥമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നാം ആയിരിക്കുന്ന രാജ്യത്തിൽ അനേകരുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അനേകർ വിശ്രമമില്ലാതെ, ഉറക്കമില്ലാതെ, ഭക്ഷണമില്ലാതെ, അതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ യെഹോശാഫാത്തിന്റെ ദൈവം ആമേൻ ചുറ്റും വിശ്രമം നൽകിയത് കൊണ്ട് ആമേൻ അവന്റെ രാജ്യം സ്വസ്ഥമായിരുന്നു. ഹല്ലേലൂയ. സ്വസ്ഥത നഷ്ടപ്പെട്ടവരുടെ ചുറ്റും ആമേൻ വിശ്രമം നൽകി അവരെ സ്വസ്ഥമായി അതെ കിടത്തി ഉറക്കുന്ന, സ്വസ്ഥമായി ഇരിക്കത്തക്ക വിധത്തിൽ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുക. വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കളെ, ഞാനും ആയിരിക്കുന്നിടത്ത് നിന്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്ന പ്രതികൂലം നിന്റെ ചുറ്റുമുണ്ടോ? നിന്റെ ഭവനത്തിന് ചുറ്റുമുണ്ടോ? അവൻ നിന്റെ ജീവിതത്തിൽ നീ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ടോ? നിനക്ക് ചുറ്റും സ്വസ്ഥത വരുത്തുക, അതെ നിന്റെ അകത്തും പുറത്തും സ്വസ്ഥത നൽകുക ശക്തനായ ഒരു ദൈവം കൂടെയുണ്ട്. ഇന്ന് പകലത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കൊടുക്കുക.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ, ഹല്ലേലൂയ, അത് നേരിട്ടപ്പോൾ തികച്ചും അസാധ്യമായി തോന്നിയ സാഹചര്യത്തെ ആമേൻ അനുകരണമായ വിധത്തിൽ യെഹോശാഫാത്ത് അതെ അഭിമുഖീകരിക്കുവാൻ ഇടയായി തീർന്നത് അവൻ നിലവിളിച്ചാൽ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവൻ വിശ്വസിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ സർവശക്തനായ ദൈവത്തെ വിശ്വസിക്കുവാൻ ആമേൻ ഭാഗ്യം ലഭിച്ചവർ ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കരമടിച്ച് കർത്താവിനെ കൊടുത്താണ്. ഹല്ലേലൂയ. 2 പുസ്തകം ആമേൻ അതിന്റെ 20-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, യെഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. യഹൂദയിൽ ഒക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, അവൻ യെഹോശാഫാത്ത് ഭയപ്പെടത്തക്ക വിധത്തിൽ അവന്റെ ചുറ്റും പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ, അവൻ ഒരു യുദ്ധത്തിന് സന്നദ്ധമായ ആളുകൾ അവനെതിരെ കടന്നു വന്നപ്പോൾ ആ യുദ്ധത്തിന് മുമ്പിൽ നിൽക്കുവാൻ അവനെ ശക്തീകരിക്കുന്ന, അവനെ ബലപ്പെടുത്തുന്ന ദൈവം മുമ്പാകെ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ദൈവത്തെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു വന്ന ഇന്ന് പകൽ അതെ ഭയപ്പെടുന്ന അനുഭവം നിന്റെ ജീവിതത്തിലുണ്ടോ? വെല്ലുവിളി നിന്റെ ജീവിതത്തിലുണ്ടോ? എങ്ങനെ മുമ്പോട്ട് പോകുവാൻ കഴിയത്തില്ലെന്നുള്ള ചിന്ത നിന്റെ മുമ്പിലുണ്ടോ? അവൻ ഇതിനകത്ത് ഭരിക്കുന്നുണ്ടോ? യെഹോശാഫാത്ത് ചെയ്തതുപോലെ അവൻ ഭയപ്പെട്ട യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് അവൻ യഹൂദയിലേക്ക് ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, അവൻ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, അവൻ നാമം നമ്മുടെ ദൈവമായി ഒന്ന് അടുക്കുവാൻ ഏറ്റവും നല്ല മാധ്യമം എന്തെന്ന് ചോദിച്ചാൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ വിശുദ്ധ പകലിൽ ദൈവജനമേ, നാം ആരാധനയ്ക്ക് വേണ്ടി കൂടി വന്നപ്പോൾ ഹല്ലേലൂയ അത് ദൈവത്തോട് അടുക്കുവാൻ ഈ പകലെങ്കിലും ഒന്ന് ഭക്ഷണം വേണ്ട എന്ന് വെച്ച് അവൻ ഉപവാസത്തോടെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വരാമെങ്കിൽ അവൻ നീ പരാജയപ്പെടുമെന്ന് തോന്നുന്ന മേഖലകളിൽ അവൻ ജയിക്കുവാൻ ഉതകുമാണ്. ഉയരത്തിൽ അഭിഷേകം നിന്റെ മേൽ പകർന്ന ജയകരമായ ജീവിതം നയിപ്പാൻ തക്കവണ്ണം നിന്നെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. യെഹോശാഫാത്ത് അത് മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ ആ ദൈവത്തെ ഭയപ്പെട്ടിട്ട്, ദൈവത്തെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടിട്ട് ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവൻ നിന്റെ ഉപവാസം പാഴാകത്തില്ല. നിന്റെ മുമ്പിൽ അതേ വെല്ലുവിളിയുമായി വരുന്ന ശത്രുവിന്റെ മുമ്പിൽ നീ പരാജയപ്പെടത്തില്ല. നീ ഒറ്റയ്ക്കായിരിക്കാം, ഒരുപക്ഷെ കുടുംബമായിട്ടായിരിക്കാം, ഒരുപക്ഷെ സഭയായിട്ടായിരിക്കാം. നിനക്കെതിരെ നേരിടുന്ന വെല്ലുവിളിയെ ആ യുദ്ധത്തിന്റെ മുമ്പിൽ പരാജയപ്പെടാതെ ജയത്തോടെ മുമ്പോട്ട് പോകാൻ ഉതകമാണ് നിന്നോട് കൂടെ ഇരുന്ന് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ നീ ആയിരിക്കുന്ന റൂമിനകത്ത് പകരുക. ദൈവം ശക്തിയുള്ളവനാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമേൻ. എന്താണ് യെഹോശാഫാത്തിനെ ഭയപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായത്? അതിന്റെ 1-2 വാക്യങ്ങൾ. ആമേൻ. അതെ, 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അതിന്റെ 1-2 വാക്യം. അതിന്റെ ശേഷം മോവാബ്യരും അമോന്യരും അവരോടുകൂടെ മേനൂരിൽ ചിലരും യെഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, നീ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നിന്റെ ഹൃദയം സമർപ്പിക്കപ്പെട്ട് അത് വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി അവൻ നീ ജീവിക്കുവാൻ അതെ സമർപ്പിക്കപ്പെടുമ്പോ നിനക്കെതിരെ യുദ്ധമുണ്ട്. ഹല്ലേലൂയ. അവൻ ആരെ വിഴുങ്ങേണ്ടോന്ന് അലറിക്കൊണ്ട് നടക്കുന്ന സിംഹം അവൻ വിശുദ്ധിയിൽ ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന നിനക്ക് നേരെ യുദ്ധം പ്രഖ്യാപിക്കും. ഹല്ലേലൂയ. ദൈവം നിനക്ക് നൽകുന്ന നന്മയെ നീ അനുഭവിക്കാതിരിക്കുക, ദൈവം നിനക്ക് നൽകുന്ന സന്തോഷവും സ്വസ്ഥതയും നീ അനുഭവിക്കാതിരിക്കുക, അവൻ ആ സ്വസ്ഥതയെ ഇല്ലാതാക്കുക, അവൻ നിന്നെ രോഗിയാക്കുക, നിനക്കെതിരെ അതെ ദുഷ്ടൻ അവന്റെ തന്ത്രവുമായി കടന്നു വരും. നമുക്കറിയാം, ഭക്തനായ ഇയ്യോബ് ദോഷം വിട്ടതെന്ന് അവൻ നീതിമാനായി നിഷ്കളങ്കനായി ജീവിക്കുവാൻ തയ്യാറായപ്പോൾ പിശാച് അവനെ വിടാതെ അവനെ പിന്തുടർന്ന് അവനെ നിരാശപ്പെടുത്തി അവന്റെ ശരീരമാസകലെ രോഗമിട്ട് അവന്റെ നന്മകൾ അപകരിച്ച് അവന്റെ ഭാര്യ അവനിൽ നിന്ന് അകറ്റി, അവന്റെ തലമുറകൾ അവനിൽ നിന്ന് അകറ്റി, അവന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി അവനൊരു ഭ്രാന്തനെ പോലെ ആകത്തക്ക വിധത്തിൽ പിശാച് അവനോട് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ അവൻ അതെ ഭക്തനായ ഇയ്യോബ് പരാജയപ്പെടുവാൻ ഇടയാകാതെ അവൻ തന്റെ കാര്യം ദൈവത്തിൽ ഫലമേൽപ്പിച്ചത് കൊണ്ട് സമസ്ത മേഖലകളിൽ ദൈവം അവനോട് കൂടെയിരുന്ന് അവനെ മുന്നോട്ട് പോകത്തക്ക വിധത്തിൽ ദൈവം അവനെ ശക്തീകരിപ്പാൻ ഇടയായിത്തീർന്നു. ഇന്ന് പകൽ
ദോഷം വിട്ടകന്ന് നിർമ്മലനായി നിഷ്കളങ്കനായി ജീവിക്കുന്ന ഒരു ദൈവവൈദ്യരാണോ? നിനക്കെതിരെ യുദ്ധമുണ്ട്, പക്ഷേ യുദ്ധത്തിൽ പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ദൈവം നിന്റെ കൂടെയുണ്ട്. ഇന്ന് പകലും അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ആരെങ്കിലും ഈ ലൈവിൽ, ഈ വീഡിയോ കോളിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അതെ, അടുത്തത് നമുക്ക് കാണുവാൻ കഴിയുന്നത് മറ്റുള്ളവരെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ഒരുമിച്ച് കൂട്ടുന്ന ആമേൻ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു മനോഭാവം ആമേൻ യെഹോശാഫാത്തിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതിന്റെ 4ാം വാക്യം, ആമേൻ, യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദർ ഒന്നിച്ചുകൂടി. സകല യഹൂദ നഗരങ്ങളിൽ നിന്ന് അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. നോക്കിയേ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ദൈവസന്നിധിയിൽ ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ആമേൻ ജീവിത രീതി, സ്വഭാവം യഹോശാഫാത്തിന്റെ ജീവിതത്തിലുണ്ട്. ആമേൻ. കാരണം എവിടെയെല്ലാം ദൈവജനം ഉപവസിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായി ചലിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാകുന്ന ദൈവജനമേ, നീ പരാജയപ്പെടത്തില്ല. അതെ, നിന്റെ ഉപവാസ പ്രാർത്ഥന ദൈവഹിതപ്രകാരമാണ് നീ ഇരിക്കുന്നതെങ്കിൽ നീ ഇരിക്കുന്ന വിഷയത്തിന്മേൽ സ്വർഗം മറുപടി നൽകുവാൻ തക്കവണ്ണമിടയാക്കിയിരുന്നു. അതെ, ദാനിയേൽ ദൈവസന്നിധിയിൽ ഉപവസിച്ചു. 21 ദിവസം ദൈവസന്നിധിയിൽ ഇരുന്നു. എന്നാൽ 1-ാം ദിവസം തന്നെ അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം അയച്ചെങ്കിലും പാർസി രാജാവ് അതിനെ തടയുവാൻ തക്കവണ്ണമിടയായി. എത്ര വലിയ ശക്തരായ രാജാവ് തടഞ്ഞാലും അവന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി നൽകുവാൻ തക്കവണ്ണമിടയായി തീർന്നു. എന്ന് പകൽ ഉപവസിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഈ പകലിലും ആമേൻ ദൈവവചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞേ, നിന്റെ വിഷയത്തിന്റെ നീതിയോട് ഉത്തരവരുന്ന ഒരു ദൈവമുണ്ട്. അത് തിരിച്ചറിയുന്നവർ ഒരിക്കലും ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ആമേൻ. 4ാമതായി ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് തന്റെ നിസ്സഹായത ഏറ്റുപറയുന്ന ആമേൻ ഒരു ആമേൻ അനുഭവത്തെയാണ്. ഹല്ലേലൂയ. 12ാം വാക്യം, ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. നോക്കണമേ, ആമേൻ, യഹോശാഫാത്തിന്റെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് എന്തില്ല? ശക്തിയില്ല. ഇന്ന് പകൽ ആമേൻ നിന്റെ നേരെ വരുന്ന പ്രതികൂലത്തെ നേരിടുവാൻ നിനക്ക് ശക്തിയില്ലെന്ന് സമ്മതിക്കാമോ? ഹല്ലേലൂയ. ആമേൻ. എന്നെ കൊണ്ട് ഒക്കത്തില്ല ഈ വെല്ലുവിളിയെ നേരിടുവാൻ, ഈ പ്രതികൂലത്തിൽ മുൻപോട്ട് പോകുവാൻ. എന്റെ ബുദ്ധിക്കോ, എന്റെ പണത്തിനോ, എന്റെ കഴിവിനോ എനിക്ക് കഴിയത്തില്ലെന്ന് സമ്മതിച്ച് ദൈവസന്നിധി ഇരിപ്പാൻ നീ തയ്യാറാണോ? ഇരിക്കുന്ന നിന്റെ മുമ്പിലുള്ള പ്രതികൂലത്തെ അതിജീവിച്ച് മുമ്പോട്ട് പോകുക. നിന്റെ കൂടെ ഇരുന്ന് നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന ഒരു നല്ല ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലിലും അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഹല്ലേലൂയ മൗനമായിരിക്കാതെ, കേൾവിക്കാരെ പോലെ ഇരിക്കാതെ, ഹല്ലേലൂയ കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ ഇന്ന് പറയും ഹല്ലേലൂയ. ആമേൻ. കേൾക്കുന്ന വചനം ആമേൻ നിന്റെ ജീവിതത്തിൽ ദൈവ ശക്തിയായി വെളിപ്പെട്ട് വരുവാൻ ഇടയാകേണ്ടതിന് അധരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നതാണ്. ഹല്ലേലൂയ. സ്തുതിക്കുന്നത് നേരിടുന്നവർ കുരുന്നമത്രേ. ഹല്ലേലൂയ. സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് പകൽ നീ ആയിരിക്കുന്ന റൂമിനകത്ത് തന്റെ ശക്തിയെ ആമേൻ അയക്കുവാൻ തക്കവണ്ണമിടയായിത്തീരും. ആമേൻ. ഒരുപക്ഷെ നീ ഒറ്റയ്ക്കായിരിക്കാം. ആമേൻ. ഈ യഹോശാഫാത്തിനെ പോലെ ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ആമേൻ തയ്യാറായിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് എന്തില്ല? ശക്തിയില്ല. അതെ, ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തെ, ഈ വലിയ പ്രതിസന്ധിയെ, ഈ വലിയ പ്രതികൂലത്തെ നേരിടുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല അപ്പാ എന്ന് പറഞ്ഞ് ആര് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ തയ്യാറാകും? ഹല്ലേലൂയ. എന്തു ചെയ്യേണ്ടതെന്ന് അറിയുന്നുമില്ല. ആമേൻ. ഈ കൊറോണ-19 ഹല്ലേലൂയ, ഈ ക്വാറന്റൈൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയുന്നില്ല കർത്താവേ. അതെ, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി, ഭൗതികമായി എല്ലാ മേഖലകളിലും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിന്നിലേക്ക് തിരിക്കുന്നു. ഹല്ലേലൂയ. വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയുടെ മുഖം പ്രകാശിതമായി. അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിച്ചിട്ടില്ലെന്ന്. ഹല്ലേലൂയ. അതെ, ചുറ്റുപാടുമുള്ളവര് അമ്പേ പരാജയപ്പെട്ടേക്കാം. എന്നാൽ ദൈവമുഖത്തേക്ക് നോക്കുന്ന ദൈവത്തിന്റെ പൈതലെ നീ പരാജയപ്പെടുവാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. എത്ര പേർ ആമേൻ പറഞ്ഞ് കരപിടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുക്കും?
ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ഞങ്ങളുടെ നേരെ വരുന്ന വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ലെന്നും എന്തു ചെയ്യേണ്ടെന്ന് അറിയുന്നുമില്ല എന്ന് പറഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കി ആമേൻ അവരുടെ കാര്യങ്ങൾ ദൈവത്തോട് അറിയിക്കുവാൻ തയ്യാറായപ്പോൾ അതേ കാണുന്നത് ഇങ്ങനെയാണ്. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ സഭ മധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മിദ്യാന്റെ മകനായ യയോലിന്റെ മകനായ ബെനയാവിന്റെ മകനായ സെഖരിയാവിന്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവ്യന്റെ മേൽ വന്നു. ഹല്ലേലൂയ. അവൻ എവിടെയെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ശൂന്യതകൾ നികന്നു വരുവാനിടയായി. അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോ ആദ്യം ദൈവം ആകാശം ഭൂമിയിൽ സൃഷ്ടിച്ചുവെന്നും ഭൂമി പാഴായി ശൂന്യമായിരുന്നുവെന്നും ആഴത്തിന്മേലെ ഇരുളുണ്ടായിരുന്നുവെന്നും വെള്ളത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുവെന്നും എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു മനുഷ്യന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ അവൻ അതെ ഭയം മാറി ശക്തിയോടെ മുമ്പോട്ട് പോകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ ആത്മാവ് ഒരുവന്റെ മേൽ ചലിക്കുവാനിടയായി. അത് എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം പ്രാപിക്കുക നിങ്ങൾ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോ മാളിക മുറിക്കകത്ത് 120 പേര് മുഴങ്ങാൽ മടക്കി ഒരുവനപ്പെട്ടിരുന്നപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോ ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരുവാനിടയായി. ശക്തി പ്രാപിച്ചവർ ഹല്ലേലൂയ ശക്തിയോടെ പോയെടുത്തല്ല ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ഞാൻ എന്റെ സമയം പണിയും പാതാള ഗോപുരങ്ങളെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ ആമേൻ ശുശ്രൂഷകന്മാരാൽ വേർതിരിക്കപ്പെട്ടവരുടെ മേൽ അസാധാരണമാകുന്ന ദൈവ സാന്നിധ്യം വെളിപ്പെട്ടപ്പോ അവരുടെ നിഴൽ തട്ടിയ രോഗികൾ പോലും സൗഖ്യമാകത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് മുതൽ ഈ ലൈവിൽ ഞങ്ങളോടൊപ്പം ആരാധിക്കുന്ന ദൈവജനമേ നാം ദൈവസന്നിധിയിൽ മുഴങ്ങാൻ നടക്കുമ്പോ ഉയരത്തിലെ ആത്മാവിനെ നമ്മുടെ മേൽ ദൈവം പകരുവാൻ തക്കവണ്ണമിടയാകും. ഹല്ലേലൂയ. ആത്മാവ് നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ ആമേൻ നാം ആയിരിക്കുന്ന ദേശത്ത് നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജയത്തോടെ മുമ്പോട്ട് പോകുവാൻ കഴിയും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് തലമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആത്മാവ് ലേവ്യന്റെ മേൽ വന്നു. അപ്പോൾ അവൻ പറഞ്ഞത് എന്തെന്നാൽ യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവും ആയുള്ളവരെ നോക്കിക്കേ, രാജ്യത്തോട് ദൂത് പറയത്തക്ക വിധത്തിൽ ഒരുവന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ ദൈവം അവനെ ഉപയോഗിച്ചെങ്കിൽ ഇന്ന് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഉടൻകാൽ മുടക്കി നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ആത്മാവ് നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ ആൺമാനവനെ പോലെ രാജ്യത്തോട് ദൂത് പറയുവാൻ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ കിടക്കുന്നവർക്ക് ആശ്വാസമായി അനുഗ്രഹമായി മാറത്തക്ക വിധത്തിൽ നിന്നെ ഉപയോഗിക്കുക ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കടമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഒരു പക്ഷേ അതേ മുക്കുവനായ പത്രോസിനെ പോലെ ഏതെങ്കിലും കമ്പനിക്കകത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം നീ. ആമേൻ. ഒരു ഹൗസ് വൈഫ് ആയിരിക്കാം. ആമേൻ. ഏതെങ്കിലും സഭയുടെ ശുശ്രൂഷകനായിരിക്കാം. നീ ആരും ആയിക്കൊള്ളട്ടെ. ആമേൻ. നിന്റെ മേൽ ഉയരത്തിൽ ആത്മാവ് വന്നു കഴിഞ്ഞ നീ പ്രാർത്ഥിക്കുന്ന റൂമിനകത്ത് ഉയരത്തിൽ അഭിഷേകം ഇറങ്ങി കഴിഞ്ഞ നിന്റെ ദേശത്ത് സ്വസ്ഥത വരത്തക്ക വിധത്തിൽ അവൻ ഉയരത്തിലെ ദൂത് പറയുക ഉയരത്തിലെ വചനം നിന്റെ മേൽ അതെ വെളിപ്പെടുവാൻ തക്കവണ്ണമിടയായിത്തീരും. ഹല്ലേലൂയ. നീ ഒരു ശുശ്രൂഷകനായി ആമേൻ നീ പോകുന്നിടത്ത് അനേകർക്ക് അനുഗ്രഹമായി അനേകർക്ക് വിടുതലായി അനേകർക്ക് ആനന്ദമായി മാറത്തക്ക വിധത്തിൽ ദൈവം നിന്നെ ഉപയോഗിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് ആമേൻ ആദ്യ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. ആ പരിശുദ്ധാത്മാവ് ആ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ അവൻ മൗനമായിരിക്കാതെ അവൻ സഭാമധ്യേ ഇരുന്നുകൊണ്ട് ഹല്ലേലൂയ യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ, യഹോവ ഇപ്രകാരം നിങ്ങളോട് അനുവദിച്ചിരിക്കുന്നു. ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്. ആമേൻ.
ഭ്രമിക്കുകയുമരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ഇന്ന് പകൽ നിന്നെ ഭയപ്പെടുത്തിയിരിക്കുന്ന, നിന്നെ ഭീതിപ്പെടുത്തുന്ന ആമേൻ ഏത് വിഷയവുമാകട്ടെ, യഹോവയുടെ ആത്മാവ് നിന്റെ മേലുണ്ടോ? ആമേൻ പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടോ? അങ്ങനത്തെ ആമേൻ നിരാശയിലിരിക്കുന്നവരെ, ഭാരത്തിലിരിക്കുന്നവരെ, പ്രതികൂലത്തിലിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുവാൻ ഉതകത്തക്ക വിധത്തിൽ ഉയരത്തിലെ അഭിഷേകമുള്ള നിന്നെ ഉപയോഗിക്കുക ദൈവം ശക്തിയുള്ളവർ. ഇന്ന് പകൽ ആ ദൂരത്തിലിരിക്കുന്നവർ ഈ കാലഘട്ടങ്ങളിൽ ഭയപ്പെട്ടിരിക്കുന്നവരുടെ മുമ്പിൽ, അത് നിരാശപ്പെട്ടിരിക്കുന്നവരുടെ മുമ്പിൽ ആമേൻ നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ. ഇതാ അവർ സീസ് കയറ്റത്തിൽ കൂടി കയറി വരും. ആമേൻ. ആത്മാവ് ആമേൻ നിന്റെ പേരുണ്ടെങ്കിൽ നിനക്കെതിരെ വരുന്ന ശത്രുവിന്റെ റൂട്ട് ആമേൻ നിനക്ക് കാണാൻ പറ്റും. നിന്റെ ആമേൻ കുടുംബത്തെ തകർക്കാം, നിന്റെ തലമുറയെ തകർക്കാം, നിന്റെ ജീവിതത്തെ തകർക്കാം, നിന്റെ ഭാവിയെ തകർക്കാം, നിന്റെ ബിസിനസിനെ തകർക്കാം. ആമേൻ നിന്റെ രാജ്യത്തിന്റെ സ്വത്തതയെ കെടുത്തുന്ന ദുഷ്ടന്റെ റൂട്ട് നീ മനസ്സിലാക്കി അതിനെതിരെ അതേ ശക്തിയോടെ പടമരുതുവാൻ ഉദകമാണ്. ആമേൻ. ആത്മാവ് നിന്നെ ശക്തീകരിപ്പാൻ ഇടയായി തീരും. ഇന്ന് പകരം തിരിച്ചറിയുന്നവർ കടമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ശത്രു ആമേൻ നിന്റെ കുടുംബത്തെ തകർക്കുവാൻ ഇടയാകത്തില്ല. കാരണം നീ മുട്ടുമടക്കുമ്പോൾ ശത്രുവിന്റെ റൂട്ട് മനസ്സിലാക്കി അവനെ പരാജയപ്പെടുത്തുവാൻ ദൈവം നിന്നെ ശക്തീകരിക്കും. കാട്ടിൽ കിടന്ന ദാവീദിനെ വീട്ടിൽ വിളിച്ച് അഭിഷേകം ചെയ്തിട്ട് ഹല്ലേലൂയ അവന്റെ റൂട്ടിൽ അവനെ ആകാശത്തിലെ പറവകൾക്ക് ഇരയാക്കാൻ നോക്കിയിരിക്കുന്ന ശത്രുവിനെ ഇരയാക്കത്തക്ക വിധത്തിൽ ദാവീദിന്റെ മേൽ ആത്മാവ് വന്നപ്പോ അവനെ ശക്തീകരിച്ച യഹോവ ഇന്ന് പകൽ നിന്റെ കൂടെയുണ്ട്. അത് തിരിച്ചറിയുന്നവർ ഹല്ലേലൂയ. ആമേൻ. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദയും യെരൂശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. എന്താ നമ്മുടെ കുഴപ്പമെന്നറിയാമോ? നമുക്ക് സ്ഥിരമായിട്ട് ഒരു പ്രാർത്ഥനാ ജീവിതമില്ല. ആമേൻ. സ്ഥിരമായിട്ട് ആമേൻ ഒരു ആരാധനയില്ല. സ്ഥിരമായിട്ട് ഒരു വചന ധ്യാനമില്ല. ആമേൻ. ഒരു പ്രശ്നം വരുമ്പോഴാ, ഒരു പ്രതികൂലം വരുമ്പോഴാ, ഒരു വെല്ലുവിളി വരുമ്പോഴാ ഹല്ലേലൂയ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ എന്ത് ചെയ്യുന്നത്? തയ്യാറാകുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ അതേ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ കണ്ണുനീരോടെ ഉപവാസത്തോടെ സ്ഥിരമായി ഈ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ചലിച്ചിട്ട് ഞാൻ എഴുന്നേൽക്കത്തുള്ളെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു ദൈവ പൈതൽ പരാജയപ്പെടുത്തില്ല. നമുക്കറിയാം, ഒരു രാത്രി മുഴുവൻ യാബോക്ക് നദിയുടെ അക്കരെ തനിക്കുള്ളതെല്ലാം വെച്ചിട്ട് ഇക്കരെ ദൂതനുമായി മൽപ്പിടുത്തം നടത്തിയ യാക്കോബിനെ ഹല്ലേലൂയ യാക്കോബ് പരാജയപ്പെട്ടില്ല. ആമേൻ. അവൻ ഇസ്രായേലായി അതേ പുറത്തു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആമേൻ പ്രാർത്ഥനയിൽ മുഴങ്ങാൻ മടക്കുന്ന ദൈവത്തിന്റെ പൈതലെ നീ പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നീ മാറ്റി നിർത്തേണ്ടവനെ മാറ്റി നിർത്തി അവൻ നീ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ അതേ ഇരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞ ഭാര്യയും മക്കളെയൊക്കെ ഓടിച്ചു വിടണമെന്നല്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവഹിതമല്ലാത്തതിനെ എല്ലാം മാറ്റി വെച്ചിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് ആമേൻ പ്രാർത്ഥിക്കാൻ തയ്യാറായ നിശ്ചയമായി ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കും. ആമേൻ. വരുന്ന ദിവസങ്ങളിൽ നിന്നിലൂടെ അനേകർ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണമിടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ യഹോശാഫാത്ത് സാഷ്ടാംഗം വണങ്ങി യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോവയുടെ മുമ്പാകെ വീണ് നമസ്കരിച്ചു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കാൻ അവർ തയ്യാറായി. ഈ ദൂതൊക്കെ കേട്ട് ആമേൻ പോകുന്നതല്ലാതെ, ഈ പ്രവചനമൊക്കെ കേട്ട് പോകുന്നതല്ല, ഈ വിടുതലൊക്കെ പ്രാപിച്ച് പോകുന്നതല്ലാതെ, നീ ദൈവത്തെ ആരാധിക്കാൻ മനസ്സ് വെച്ച് നീ സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വിധത്തിലും നീ പരാജയപ്പെടുവാൻ
ദൈവം അനുവദിക്കത്തില്ല. എവിടെ പ്രാർത്ഥിച്ചവനുണ്ടോ അവനെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെ ആരാധിച്ചിട്ടുണ്ടോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. എവിടെ വചനം അതെ കേട്ടിട്ടുണ്ടോ അവിടെ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. അവൻ പ്രാർത്ഥനയും ആരാധനയും വചന ധ്യാനവും ആരുടെ ജീവിതത്തിലുണ്ടോ അവൻ സ്വസ്ഥതയോടുകൂടെ അവൻ വിശ്രമിക്കുവാൻ തക്കവണ്ണം പ്രവൃത്തിയിൽ അടിവരായ ദൈവത്തിന്റെ കരം അവന് അനുകൂലമാണ്. അവന്റെ വീട്ടിൽ, അവന്റെ നാട്ടിൽ, അവന്റെ രാജ്യത്തിൽ അത് ചലിക്കുവാൻ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയാകും. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. നിന്റെ സ്വസ്ഥതയെ കെടുത്തുന്ന നിനക്ക് വിശ്രമമില്ല. രാവും പകലും അധ്വാനമാണ്. എത്ര അധ്വാനിച്ചിട്ടും ആമേൻ ഒന്നും മിച്ചമില്ല. ഓട്ടസഞ്ചിയിൽ കൊണ്ടിരുന്നത് പോലെയാ ആമേൻ. അതേ മാസാവസാനം കിട്ടുന്ന സാലറി എങ്ങനെ എവിടെ പോയെന്നറിയത്തില്ല. എന്ന് പകൽ ആമേൻ നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കത്തക്ക വിധത്തിൽ ആമേൻ നിനക്കൊരു വിശ്രമം നൽകി, ആമേൻ സ്വസ്ഥത നൽകി, ആമേൻ നിന്റെ മുമ്പിലുള്ള യുദ്ധത്തെ ആമേൻ നിന്റെ മുമ്പിൽ നിന്ന് ആമേൻ അതേ വിജയമാക്കി തക്ക വിധത്തിൽ നിന്നോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കാൻ ഇന്ന് പകൽ നിനക്ക് മനസ്സുണ്ടോ? പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, ആമേൻ പൂർണ്ണ ആമേൻ ഹൃദയത്തോടെ ഇന്ന് പകൽ അല്പസമയം ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾ തയ്യാറെങ്കിൽ നിശ്ചയമായും ആരാധനയുടെ മധ്യേ സ്വർഗം ഇറങ്ങി വന്ന് ഇന്ന് പകൽ നിന്റെ സ്വസ്ഥതയെ കെടുത്തുന്ന വിഷയത്തിനകത്ത് വിടുതൽ നൽകി സമാധാനത്തോടെ സ്വസ്ഥതയോടെ ആയിരിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കും. അടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവയിലും അവന്റെ വചനത്തിലും യഹോശാഫാത്ത് ആശ്രയം വെച്ചു എന്നുള്ളത്. ഹല്ലേലൂയ. യഹോവയിലും അവന്റെ വചനത്തിലും ആശ്രയം വെച്ചു. അവൻ അതിന് 20-ാം വാക്യം. പിന്നെ അവൻ അധികാലത്ത് എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് നിന്നുകൊണ്ട് യഹൂദരും യെരൂശലേം നിവാസികളുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പി, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പി. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, യഹോശാഫാത്ത് തന്റെ ജീവിതത്തിൽ താൻ ചെയ്തത് തന്റെ കൂടെയുള്ളവരോട് ആമേൻ ചെയ്യുവാനായിട്ട് പറയുക. ആമേൻ നിങ്ങൾ നിൽക്ക്. ആമേൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പി, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. ഒരു പ്രതികൂലം വരുമ്പോ, ഒരു പ്രതിസന്ധി വരുമ്പോ, ഒരു വെല്ലുവിളി വരുമ്പോ പ്രാർത്ഥനയും വേണ്ട, ആരാധനയും വേണ്ട, വിശുദ്ധിയും വേണ്ട, വേർപാടും വേണ്ട എന്ന് തീരുമാനിച്ച് ഈ ഓടുന്ന ഓട്ടമൊക്കെ നിർത്തി യഥാർത്ഥമായി ദൈവത്തിന്റെ വചനം നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെ വിശ്വസിപ്പി, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകുമെന്ന് പറഞ്ഞു. ജീവിതത്തിൽ അവൻ വന്നു ഭവിക്കുന്ന ഇന്നലെ കഴിഞ്ഞതും ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കുവാനായിട്ടുള്ളതുമായ കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന അതെ വിളിച്ച് ഓർമ്മപ്പെടുത്തുന്ന ദൈവമാക്കി വച്ചിരിക്കുന്ന പ്രവാചകന്മാരുടെ വാക്കുകളെ വിശ്വസിപ്പി. ഹല്ലേലൂയ. യഹോവയിലും അവന്റെ വചനത്തിലും ആശ്രയിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അടുത്തത് അവൻ യഹോവയ്ക്ക് എന്ത് ചെയ്യുന്നു? സ്തോത്രം അർപ്പിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോ തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇത് തന്നെയാ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ ആമേൻ ദൈവവചനത്തെ അടിയുറച്ച് വിശ്വസിക്കുവാൻ ആര് തയ്യാറാകുന്നുവോ ആമേൻ അവർ ഭയപ്പെടാതെ ജീവിക്കത്തക്ക വിധത്തിൽ കർത്താവിന്റെ കരം അവർക്ക് അനുകൂലമായി ചലിക്കുകയാണ്. ഹല്ലേലൂയ. പിന്നെ അവർ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പി, അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോര്യരെയും മോവാബിയരുടെയും സോയർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കാൻ നീ തയ്യാറാണോ? സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ ദൈവത്തെ നീ ആരാധിക്കാൻ തയ്യാറാണോ? ആരാധിക്കുന്ന നിനക്കെതിരെ വരുന്ന അവൻ എത്ര വലിയ സമൂഹമായാലും അവരുടെ മുമ്പിൽ നീ പരാജയപ്പെടാതെ ജയാളിയായി അവർ തോറ്റുപോകത്തക്ക വിധത്തിൽ ആരാധനയുടെ മധ്യേ ദൈവം ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുവാൻ
ഇടയായി തീരും. വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിനെ ഹല്ലേലൂയ. കാരാഗൃഹത്തിൽ കടന്ന പൗലോസും ശീലാസും പാടി ദൈവത്തെ സ്തുതിച്ചപ്പോ കാരാഗൃഹത്തിന്റെ അടിത്തറ എന്ത് ചെയ്തു? ഇളകി. ആമേൻ. കാവൽ ഭടന്മാർ രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിലവിളിച്ചെന്ന്. ഹല്ലേലൂയ. ദേശത്ത് ചില ഉന്നതന്മാർ നിന്നോട് ചോദിച്ചു വരും, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. ആ ചോദ്യവുമായിട്ട് വരാൻ വേണ്ടി നീ എന്താ ചെയ്യേണ്ടത്? ഈ പ്രതികൂല സാഹചര്യത്തിൽ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാണ്. ഈ പ്രതികൂലത്തിന്റെ നടുവിൽ ആരാധിക്കുന്ന നിന്റെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ കണ്ടുകൊണ്ട് അനേകർ വന്ന് ചോദിക്കും, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമം. ഹല്ലേലൂയ. ആ യേശുവിനെ കുറിച്ച് അനേകരോട് പറയുക, വിളിക്കപ്പെട്ട ആമേൻ അഭിഷക്തന്മാരെ, ദൈവജനമേ, ഹല്ലേലൂയ. അനേകർ ഭയപ്പെട്ട് നിരാശപ്പെട്ട് സമാധാനമില്ലാതെ സന്തോഷമില്ലാതായിരിക്കുമ്പോ ഈ ലോകം നൽകാത്ത സമാധാനം തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ സമാധാനം നാം അനുഭവിക്കുന്നത് അനേകർക്ക് പകർന്നു കൊടുക്കുക ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. ആമേൻ. അന്ധകാരത്തിൽ കിടന്ന നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും വിശുദ്ധ വംശവുമാകിയ ഇന്ന് പകൽ യഹോശാഫാത്തിനോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാണെങ്കിൽ ആമേൻ, യുദ്ധം പ്രഖ്യാപിച്ച് നിന്നെ പരാജയപ്പെടും ഈ വലിയ സമൂഹം നേരിടുവാൻ ഞങ്ങൾക്ക് കഴിവില്ല, പ്രാപ്തിയില്ല, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് നിരാശപ്പെട്ടവർ ജയോത്സവം കൊണ്ടാടത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അവരോട് കൂടെ ഇരുന്ന് ആമേൻ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ തയ്യാറായെങ്കിൽ ഇന്ന് മകൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആരാധന അലക്ഷ്യമാക്കാതെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ദേശത്ത് ഹല്ലേലൂയ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. യഹോശാഫാത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. യഹോവയെയും ഒക്കെയും ഒരു ഉപവാസവും എന്ത് ചെയ്തു? പ്രസിദ്ധം ചെയ്തു. ഹല്ലേലൂയ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ, നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ, ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ഹല്ലേലൂയ. ആമേൻ. സർവശക്തനായ ദൈവം. ആമേൻ. യഹോശാഫാത്ത് ദൈവത്തെ തിരിച്ചറിഞ്ഞു. ആമേൻ. ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ആമേൻ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. ഹല്ലേലൂയ. ദൈവം തന്റെ സന്തതിക്ക് അവകാശമായി കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കാതിരിക്കുന്ന ദൈവമല്ല, പിടിച്ചു വെക്കുന്ന ദൈവമല്ല. ഈ ലോകത്ത് അനേക അപ്പനമ്മമാർ തന്റെ മക്കൾക്ക് കൊടുക്കേണ്ട സ്വത്തുക്കൾ പിടിച്ചു വെച്ചിട്ട് ആമേൻ മൂക്കി പഞ്ഞി വെച്ച് അവര് മണ്ണോട് മണ്ണാകുമ്പോ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല, എന്നാലും പിടിച്ചു വെച്ചോണ്ടിരിക്കും. എന്നാൽ സ്വർഗത്തിലെ അപ്പൻ അങ്ങനല്ല. ആമേൻ തന്റെ സന്തതിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ വാഗ്ദത്ത ദേശം അവൻ കൊടുക്കുവാൻ അതേ ശക്തനാണ്. ഇന്ന് പകൽ ആമേൻ വാഗ്ദത്തം അതേ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും ഉള്ളതാകിയ ആമേൻ ആ വാഗ്ദത്തം പ്രാപിപ്പാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അവൻ നമുക്ക് നൽകാമെന്ന് പറഞ്ഞിട്ട് മാറ്റി പറയുന്നവനല്ല. ഹല്ലേലൂയ. കാരണം ദൈവം തന്റെ ജനത്തോട് വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. 7-ാം വാക്യം വായിക്കുമ്പോൾ, ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. ഹല്ലേലൂയ. ആമേൻ. അവൻ ഊവെന്ന് മാത്രമേ പറയത്തുള്ളൂ. അവൻ വിശ്വസ്തനായ ദൈവമാ. നിനക്ക് തരാമെന്ന് പറഞ്ഞാൽ അവൻ തരും. ഹല്ലേലൂയ. നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞാൽ അവൻ അനുഗ്രഹിക്കും. നിന്നെ വിടുവിക്കാമെന്ന് പറഞ്ഞാൽ അവൻ വിടുവിക്കും. ഹല്ലേലൂയ. വാഗ്ദത്തം ചുമ്മിക്കൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽ ഈ ലൈവിൽ ഞങ്ങളോടൊപ്പം ആരാധനയിൽ പങ്കുകൊള്ളുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്നോട് സ്വർഗ്ഗം പറയുന്നു, അവൻ വാക്ക് പറഞ്ഞിട്ട് മാറിപ്പോകുന്നവനല്ല, അവൻ വാഗ്ദത്തം ചെയ്യുന്നവൻ വിശ്വസ്തൻ. അവൻ വാക്ക് മാറാത്തവൻ. അതിൽ തിരുനാമത്തിന് ഹല്ലേലൂയ. ആമേൻ. അതെ, അവർ അതിൽ പാർത്തു. ന്യായവിധിയുടെ വാൾ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ, നോക്കിക്കേ, ന്യായവിധിയുടെ വാൾ, മഹാമാരി, ക്ഷാമം ഇന്ന് നമ്മുടെ രാജ്യത്ത് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. യുദ്ധം, വാൾ, ഹല്ലേലൂയ, മഹാമാരി, ക്ഷാമം. സാമ്പത്തികമായി രാജ്യം
വളരെ ക്ഷാമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അവൻ വ്യക്തിപരമായി ഓരോരുത്തരും വളരെ ക്ഷാമത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹാമാരിയുടെ ദുരന്തത്തിനകത്ത് അകപ്പെട്ടിരിക്കുകയാണ്. എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, ഞങ്ങൾ ഈ ആലയത്തിന്റെ മുമ്പിലും നിന്റെ സന്നിധിയിൽ നിന്ന് നിന്റെ നാമം ഈ ആലയത്തിൽ ഉണ്ടല്ലോ, ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ സങ്കടത്തിൽ നിലവിളിക്കുന്ന, നിന്റെ നിലവിളി കേട്ട് നിന്നെ രക്ഷിക്കുന്ന അവൻ ഒരുവൻ, അവൻ ഇന്നും ജീവിക്കുന്നുണ്ട്. അവന്റെ പേരത്രേ നസ്രനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അവൻ കുരുടൻ നിലവിളിച്ചു, അവന്റെ നിലവിളി കേട്ട് അവന്റെ കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതേ മുടന്തൻ നിലവിളിച്ചു, ആ മുടന്തന്റെ നിലവിളി കേട്ട് അവനെ നടക്കുവാൻ തക്കവണ്ണം ദൈവം അവനെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. അവൻ ബാലന്റെ നിലവിളി കേട്ടെടുത്ത് സ്വർഗം നീരുറവയെ തുറന്നു. ഹല്ലേലൂയ. എന്ന് പകൽ അതേ നാറ്റം വമിച്ചു കടന്ന് കല്ലറയ്ക്കകത്ത് കടന്ന് ആമേൻ അതേ ആ സഹോദരനായ ആമേൻ നാസറിനെ പുറത്തു കൊണ്ടുവരുക. സഹോദരിമാരുടെ കണ്ണുനീരിനെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് ആമേൻ ഇന്ന് പകൽ നിന്റെ കൂടെയുണ്ട്. നിന്റെ സഹോദരിയുടെ വിടുതലിന് വേണ്ടി, നിന്റെ സഹോദരന്റെ വിടുതലിന് വേണ്ടി, നിന്റെ കൂടപ്പുറപ്പിന്റെ വിടുതലിന് വേണ്ടി കരയുന്ന നിന്റെ കണ്ണുനീരിനെ മറികടക്കാതെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആമേൻ ഒരു നല്ല ദൈവം നിന്റെ കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള സങ്കടമാണോ? നിന്റെ ജോലി മേഖലയിലുള്ള ആ വിഷയത്തെ കുറിച്ചുള്ള സങ്കടമാണോ? ആമേൻ. നിന്റെ ശരീരത്തിലെ രോഗനിമിത്തമുള്ള സങ്കടമാണോ? ഒരു ഭവനമില്ലാത്ത സങ്കടമാണോ? ആമേൻ. ആഗ്രഹിച്ച് പണി തുടങ്ങി പൂർത്തീകരിക്കാൻ കഴിയാതായിരിക്കുന്ന സങ്കടമാണോ? അതേ വിവാഹപ്രായമായ മകളെ വിവാഹം ചെയ്ത് അയപ്പിക്കുക അതേ കഴിയാത്ത സങ്കടമാണോ? എന്താ നിന്റെ സങ്കടം? ആമേൻ. പ്രായാധിക്യത്തിലായിരിക്കുന്ന നിന്റെ മാതാവ് പിതാവ് രോഗിയായി കിടക്കുന്നതാണോ നിന്റെ സങ്കടം? ഏത് സങ്കടമായാലും സങ്കടപ്പെട്ട് നിലവിളിച്ച ജനത്തിന്റെ സങ്കടം കണ്ട് ഇറങ്ങി വന്ന് ആമേൻ മരുഭൂമിയിൽ അവർ പട്ടുപോകുവാൻ അനുവദിക്കാതെ മരുഭൂമി യാത്രയിൽ അഗ്നിസ്തംഭമായി മേഘസ്തംഭമായി അവരോട് കൂടെ ഇരുന്ന് സങ്കടം വിവരിച്ച് അക്കരെ എത്തിച്ച ദൈവം മാറയെ മധുരമാക്കി തീക്കൽ പാറയിൽ നിന്ന് ജലം കൊടുത്ത് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് മഞ്ഞയെ കൊടുത്ത് നിവിയാകാന്റെ തലയെ തകർത്ത് കാഴപ്പക്ഷിയാക്കി പറപ്പിച്ച് അവർക്ക് ഇറക്കി കൊടുത്ത ദൈവം ഇന്ന് പകൽ നിന്റെ കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ സങ്കട യാചന അതേ കേട്ട് മാറിപ്പോകുന്നവനല്ല. ഹല്ലേലൂയ. ഹന്നയുടെ ആ സങ്കടത്തിൽ ഇരുന്നുള്ള പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി കൊടുത്തത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധാരാധനയിൽ പങ്കെടുക്കുന്ന ദൈവത്തിന്റെ പൈതലെ യഹോശാഫാത്തിന്റെ ആമേൻ ജീവിതത്തിൽ ദൈവത്തിന്റെ കരം അവനോട് കൂടെ ഇരുന്ന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്തു ചെയ്യേണ്ടതെന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. വിശ്വാസത്തിന് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവൻ ഉറപ്പായ അടിസ്ഥാനമാണ്. എനിക്ക് നിങ്ങൾക്ക് വിശ്വാസം അവൻ വർദ്ധിക്കുവാൻ ദൈവം വാഗ്ദത്തങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ അതിന്റെ 14-ാം വാക്യം, അപ്പോൾ സഭാമധ്യേ യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മിദ്യാന്റെ മകനായ യയോലിന്റെ മകനായ ബെനോയാവിന്റെ മകൻ സെഖര്യാവിന്റെ മേൽ എസിയേൽ എന്ന ഒരു ലേവ്യന്റെ മേൽ വന്നു. ഹല്ലേലൂയ. നാം കേട്ട് കഴിഞ്ഞല്ലോ, ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അനേകരെ ധൈര്യപ്പെടുത്തുന്ന, അനേകരെ ബലപ്പെടുത്തുന്ന അതേ കാര്യങ്ങളാണ് അവന്റെ അതരത്തിലൂടെ വെളിയിൽ വരുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് അതേ ശക്തിയുടെയും ധൈര്യത്തിന്റെ ആത്മാവ്, വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല. ഹല്ലേലൂയ. അപ്പാ പിതാവിനെ വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് ദൈവം തന്റെ മക്കളുടെ മേൽ പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരുവന്റെ മേൽ ആത്മാവിനെ വന്നു കഴിഞ്ഞാൽ അവന്റെ വാക്കുകൾ അനേകർക്ക് ആശ്വാസമാകും, വിടുതലാകും, അനുഗ്രഹമാകും.
ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ആത്മാവിനെ പ്രാപിക്കുവാൻ ഒരുക്കമുള്ള എത്ര പേരുണ്ട്? അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. നിങ്ങളുടെ ആമേൻ വൃദ്ധന്മാർ, ബാലന്മാർ, കുട്ടികൾ, ആബാലവൃത്തം ആത്മാവിൽ നിറയപ്പെട്ട് അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് ധൈര്യമുള്ളതായി മാറും. അഭിഷേകമുള്ള ആമേൻ, അത് ശക്തിയുള്ള ആമേൻ വാക്കുകളായി മാറും. ഹല്ലേലൂയ. ആമേൻ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി ദർശിക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരായി മാറും. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് അവന്റെ ആത്മാവിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായി അതേ ഞാൻ നിങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ, ഇതാ അവർ സീരീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു. നിങ്ങൾ അവരെ യരോവിൽ മരുഭൂമിക്കെതിരെ തോട്ടിന്റെ അറ്റത്ത് വെച്ച് കാണും. ഹല്ലേലൂയ. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ഹല്ലേലൂയ. നിങ്ങൾ കാണുന്ന ആ കാഴ്ച കണ്ട് ഭയപ്പെട്ടിരിക്കുന്നവരായിട്ടല്ല, അവരുടെ നേരെ പൊരുതുവാ നിങ്ങളുടെ കൂടെ അവൻ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവേ. ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവീൻ, യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതിന്റെ 20-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്: പിന്നെ അവർ അധികാലത്ത് എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് നിന്നുകൊണ്ട് യഹൂദരും യെരൂശലേം നിവാസികളും ആയുള്ളവരെ എന്റെ വാക്ക് കേൾപ്പി, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പി, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഈ ജനത്തിന്റെ ഇടയിൽ സജീവമായ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുക. ആരാധിക്കുന്ന ദൈവ വൈദ്യനെ നിന്റെ കൂടെ എപ്പോഴും ഇരിക്കേണ്ടതിന് ദൈവം തന്റെ ആത്മാവിനെ അയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആത്മാവ് നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം നീ എവിടെ പോയാലും നീ പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് നീ മുഴങ്ങാൻ മടക്കുമ്പോ അവൻ അരുളപ്പാടായി, ദർശനങ്ങളായി, വചന വെളിപ്പാടായി ദൈവം നിന്നോട് ഇടപെടുവാൻ തക്കവണ്ണമിടയായി. ഒരു വ്യക്തിക്കും നിന്നെ തൊടുവാൻ പറ്റാത്ത വിധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പ്രൊട്ടക്ഷൻ ചെയ്യുവാൻ ഇടയായി. ആ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഓ കരമടിച്ച് നിങ്ങളുടെ വിജയം ആഘോഷിക്കുവാൻ നിങ്ങൾ തയ്യാറാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ആരാധനയിൽ നിങ്ങളുടെ വിജയം ആമേൻ ആഘോഷിക്കാൻ തയ്യാറാകൂ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാണ്. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കണം. നാം കരഞ്ഞുകൊണ്ടിരിക്കേണ്ടവരല്ല, നാം ഭയപ്പെട്ടിരിക്കേണ്ടവരല്ല, നാം സങ്കടപ്പെട്ടിരിക്കേണ്ടവരല്ല, നാം നിരാശപ്പെട്ട് ഒതുങ്ങി പോകേണ്ടവരല്ല. നിങ്ങളുടെ വിജയം ആഘോഷിക്കുവാൻ നിങ്ങൾ തയ്യാറാകൂ. കരമടിക്കുന്ന താഴ്മതം കൊടുത്ത കാരണം നിങ്ങളെ ജനാലിയാക്കുവാൻ ശക്തനായവർ ഓ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ വിജയം ആഘോഷിക്കുവാൻ നിങ്ങൾ തയ്യാറാകൂ. ഹല്ലേലൂയ. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം ആമേൻ അതിന്റെ 17-ാം വാക്യം ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാൽ. ഹല്ലേലൂയ. വേഗം. 2 ദിനവൃത്താന്തം 20:17. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദയും യെരൂശലേമുമായുള്ളവരെ സ്ഥിരമായി നിന്ന് ശ്രദ്ധിച്ചേ. യഹൂദ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നവന്ന, യെരൂശലേം എന്ന് കേട്ടാൽ പ്രാർത്ഥന എന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവ പൈതലേ, നിങ്ങൾ സ്ഥിരതയുള്ളവരാണോ? ഇരുമനസ്സുള്ളവൻ അസ്ഥിരനാണെന്ന്. ആമേൻ. അവനൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ലെന്ന്. നീ സ്തുതിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണോ? ആണെങ്കിൽ നിനക്ക് ഉറപ്പ് വേണം, നിനക്ക് സ്ഥിരത വേണം. നീ ആരാധിക്കുന്ന ദൈവം സർവശക്തനാണ്. നീ പ്രാർത്ഥിക്കുന്ന ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ഒറ്റയ്ക്കും കുടുംബമായും സഭയുമായും ആരാധിക്കുന്ന ഒരു ദൈവ പൈതലാണോ? നീ മുഴങ്ങാൽ മടക്കി ഒറ്റയ്ക്കും കൂട്ടമായി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണോ? അങ്ങനെയാണെങ്കിൽ നിനക്കൊരു സ്ഥിരത വേണം, നിനക്കൊരു ഉറപ്പ് വേണം. ഇന്ന് പകൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം നീ കേൾക്കുമ്പോ നീ ഉറപ്പുള്ളവരായി മാറണം. ഹല്ലേലൂയ. നീ
ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവവൈതലേ, സ്തുതിക്കുന്ന ദൈവവൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരം ചലിക്കാൻ പോകുക. നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണാൻ പോകുക, നീ അത് അനുഭവിക്കുവാൻ പോകുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിന്റെ കൂടപ്പിറപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരം. ഹല്ലേലൂയ. യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ. ഭയപ്പെടരുത്. ഇന്ന് പകലിലും ഭയപ്പെട്ടിരിക്കുന്ന നിന്നോട് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ ഭയപ്പെടരുത്. ഹല്ലേലൂയ. ആമേൻ. ദേശത്ത് അനേകര് ഭയപ്പെട്ട്, രാജ്യങ്ങളിൽ അനേകര് ഭയപ്പെട്ട്, ഉറക്കമില്ലാതെ, ഊണില്ലാതെ, സ്വസ്ഥതയില്ലാതെ, സങ്കടത്തിൽ കഴിയുമ്പോ ഇന്ന് പകൽ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, സ്വർഗത്തിലെ ദൈവം നിന്നോട് പറയുന്നു, നീ ഭയപ്പെടരുത്. ആമേൻ. നീ ഭ്രമിക്കരുത്. നീ കേൾക്കുന്ന കാര്യം എത്ര വലിയതാകട്ടെ, ആമേൻ, നിന്റെ മുമ്പിലുള്ള വെല്ലുവിളികൾ എത്ര വലിയതാകട്ടെ, നീ ഭ്രമിക്കരുത്. ഹല്ലേലൂയ. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ, യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നു നാളെ നേരിടാൻ പോകുന്ന വിഷയത്തിനകത്ത് തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല? കാരണം ഞാൻ ഒറ്റയ്ക്കല്ലാതെ നേരിടാൻ പോകുന്നത് ദൈവം എന്റെ കൂടെയുണ്ട്. നാളെ എഴുതാൻ പോകുന്ന പരീക്ഷയാകട്ടെ, നാളെ ആമേൻ അതെ നേരിടാൻ പോകുന്ന ആ വെല്ലുവിളിയാകട്ടെ, ഹല്ലേലൂയ, നാളെ നീ നേരിടാൻ പോകുന്ന ഏത് വിഷയവുമാകട്ടെ, അവിടെ നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഒരുവനുണ്ട്. അവൻ സർവശക്തനായ ദൈവമാ. അവന്റെ സാന്നിധ്യം, അവന്റെ വചനം, അവനെ കേൾക്കുന്നവർ, അത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിനെ വന്ദനം. ഹല്ലേലൂയ. ഈ യുദ്ധത്തിൽ നിങ്ങൾ ഹല്ലേലൂയ യുദ്ധം ചെയ്യേണ്ടതില്ല. ആമേൻ. യഹൂദയിലും യെരൂശലേമിലും നിങ്ങൾ നിന്ന് കർത്താവിന്റെ രക്ഷ നിങ്ങൾക്കൊപ്പം ആമേൻ അതെ വെളിപ്പെടുന്നത് കാണുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, പരിഭ്രാന്തരാകരുത്. നാളെ അവരുടെ നേരെ പുറപ്പെടുക, യഹോവ നിങ്ങളുടെ കൂടെ ഇരിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കൾ എല്ലായ്പ്പോഴും ഹല്ലേലൂയ അവൻ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം നമ്മുടെ കൂടെ. ദൈവമക്കൾക്ക് ഒരു പദവി ഉണ്ടെന്ന്, ആ പദവിയെ തിരിച്ചറിയുന്നവർ കരമടിച്ചെന്ന് കർത്താവിന് പറഞ്ഞു. നിനക്കൊരു പദവി ഉണ്ടെന്ന്, കാരണം നീ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തിന്റെ മകനാണ്. ഹല്ലേലൂയ. അവർക്ക് ആമേൻ യഹോവയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും. അവരോടൊപ്പം എപ്പോഴും ദൈവമുണ്ട്, ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്ക് നേരെ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു യുദ്ധത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടതില്ലെന്ന് ദൈവം പറയുന്നത് കേൾക്കുന്നത് ആശ്വാസകരമായ കാര്യമല്ലേ? ഹല്ലേലൂയ. യഹോവ യഹോശാഫാത്തിനോട് പറഞ്ഞത് ഇത് തന്നെയല്ലേ? ഹല്ലേലൂയ. നീ ഒറ്റയ്ക്ക് പോകണ്ടെന്നേ, നീ ഒന്ന് ബലപ്പെടും, നീ ഒന്ന് ഉപവസിക്കുവാൻ തയ്യാറാ, നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാ, നീ ഒന്ന് ദൈവമുഖത്തേക്ക് നോക്കാൻ തയ്യാറാ. ദൈവമുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിതരായി തീരുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അവർ അതേ നോക്കിയ സമയത്ത്, അവർ മുഴങ്ങാൻ മടക്കിയ സമയത്ത്, അവർ പ്രാർത്ഥിച്ചപ്പോൾ, അതല്ലേ കർമ്മേലിൽ ഇടുങ്ങി കിടന്ന യാഗപീഠത്തെ ഏലിയാവ് പുതുക്കി പണിതപ്പോൾ തീ കൊണ്ട് ഉത്തരമരുളിയ ദൈവം. ഹല്ലേലൂയ. ഏലിയാവിന്റെ ദൈവത്തെ ഏലിയാവ് വെളിപ്പെടുത്തുവാൻ ഒറ്റയ്ക്ക് തയ്യാറായെന്ന്. ഇന്ന് മകൻ നീ ഒറ്റയ്ക്കായാലും നിന്റെ വീട്ടിനകത്ത് ആമേൻ പ്രാർത്ഥന ആമേൻ മുടക്കാതെ ദൈവസന്നിധിയിൽ ആമേൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഒറ്റയ്ക്ക് ആമേൻ അതെ ഏലിയാവിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമെന്ന് കർമ്മേലിൽ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയ ദൈവം നിന്നോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കും. ഹല്ലേലൂയ. വിശുദ്ധിയുടെ ആമേൻ അതെ ആ ഭംഗിയിൽ ദൈവത്തെ ആരാധിക്കുവാനും ഹല്ലേലൂയ തന്റെ സൈന്യത്തിന് തയ്യാറാക്കാനും ഹല്ലേലൂയ ഗായകരെ അവരുടെ മുമ്പിൽ നിർത്തുവാനും ഹല്ലേലൂയ യഹോശാഫാത്ത് എന്തിയാണ്? തയ്യാറാകുകയാണ്. ഹല്ലേലൂയ. അവന്റെ വചനത്തിന് അനുസൃതമായി ഹല്ലേലൂയ കർത്താവിനെ ആമേൻ ഗായകർ പാടി ആരാധിച്ചപ്പോൾ ഇസ്രായേലിന്റെ മുമ്പിൽ വന്ന ആമേൻ വലിയ സമൂഹത്തിന്റെ മുമ്പിൽ യുദ്ധ
ആരാധിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ നിന്റെ കൂടെയുണ്ട്. അത് അനുഭവിക്കുന്നത് കലമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. കർത്താവ് ശത്രുക്കളുടെ ഇടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. ആമേൻ. ദൈവവചനത്തിൽ നിലനിൽക്കുന്ന, ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ശത്രു പാളയത്തിൽ വീഴത്തക്ക വിധത്തിൽ, അവരുടെ ആശയക്കുഴപ്പം വരുത്തക്ക വിധത്തിൽ ആമേൻ കർത്താവിന്റെ കരം അതിന്റെ കൂടെ ആമേൻ വെളിപ്പെട്ടാൽ ഹല്ലേലൂയ ശത്രുപക്ഷം ഭയപ്പെടുവാൻ ആമേൻ അതേ ശത്രുവിന് ആശയക്കുഴപ്പം ഉണ്ടാകുവാൻ ഹല്ലേലൂയ അവർ പരസ്പരം പോരടിച്ച് സ്വയം നശിച്ചു പോകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ആരാധന ഇമ്പോർട്ടന്റ് ആയി കാണുക, പ്രാർത്ഥന ജീവിതം ഇമ്പോർട്ടന്റ് ആയി കാണുക, വചന ധ്യാനം ഇമ്പോർട്ടന്റ് ആയി കാണുക. ഹല്ലേലൂയ. ആമേൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ നീ പാടുന്നത് വൃഥാവാകത്തില്ല. ഹല്ലേലൂയ. പാട്ടിൽ കർത്താവിനെ ആരാധിക്കാൻ എല്ലാ ദിവസവും സമയം തീരണം. ഹല്ലേലൂയ. പാട്ട് പാടി ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ആമേൻ. അതെ, ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു ശത്രുവിനുമെതിരായി നിങ്ങളുടെ ആമേൻ വിജയം ഹല്ലേലൂയ ആഘോഷിക്കുക. ആമേൻ. അതെ, അത് ഒരു ഉത്സവമായി കൊണ്ടാടത്തക്ക വിധത്തിൽ ആരാധിക്കുന്ന നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരം അതേ വെളിപ്പെടുവാൻ തക്കവണ്ണമിടയാക്കി. ഹല്ലേലൂയ. ആമേൻ. അതേ, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവവചനം ധ്യാനിക്കുന്ന നിന്റെ ജീവിതത്തിലെ ദാരിദ്ര്യം, രോഗം, ഭൂതങ്ങൾ, നിരാശകൾ എന്നിങ്ങനെ ആമേൻ എല്ലാ യുദ്ധങ്ങളിലും ഹല്ലേലൂയ ആമേൻ നീ ജയം കൈവരിപ്പാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. നീ വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സന്തോഷമുള്ളവർ കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 14 അധ്യായം അതിന്റെ 13 വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 14 അധ്യായം 13 വാക്യം. ഹല്ലേലൂയ. ആമേൻ. ആരാധിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ദൈവവചനം ധ്യാനിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിലെ ദാരിദ്ര്യം മാറിപ്പോകും. ഹല്ലേലൂയ. രോഗങ്ങൾ മാറിപ്പോകും. ഹല്ലേലൂയ. ഭൂതങ്ങൾ മാറിപ്പോകും. ഹല്ലേലൂയ. നിരാശകൾ മാറിപ്പോകും. ആമേൻ. അതെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള നിരാശ, നിങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള നിരാശ, ഇന്നലകളിൽ സംഭവിച്ചതായ കാര്യങ്ങളെ കുറിച്ചുള്ള നിരാശ നിങ്ങളെ ഒതുക്കി ഒരു മൂലയിൽ ഇരുത്തിയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഹല്ലേലൂയ പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാവോ? ഹല്ലേലൂയ. നിങ്ങളുടെ സമസ്ത മേഖലകളിൽ ആമേൻ നിങ്ങൾ ജയം കൈവരിപ്പാൻ തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ. രോഗം നിങ്ങളെ അലട്ടുന്നുണ്ടോ? ആമേൻ. വേദന നിങ്ങളെ അലട്ടുന്നുണ്ടോ? അതിനകത്ത് നിന്ന് നിങ്ങൾ പുറത്തു വരത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി ചലിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാരിദ്ര്യ അവസ്ഥയിലാണോ കടന്നു പോകുന്നത്? ആ ദാരിദ്ര്യത്തിന്റെ പടുകുടിക്കകത്ത് നിന്ന് ദരിദ്രന്റെ നിലവിളി കേട്ട സ്വർഗത്തിലെ ദൈവം അവന്റെ കരം പിടിച്ച് ഉയർത്തിയതുപോലെ ഇന്ന് പകൽ നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണമിടയായി തീരും. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. പുറപ്പാട് 14:13. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ശ്രദ്ധിച്ചേ. അതിന് മോശ ജനത്തോട് ഭയപ്പെട്ടിരിക്കുന്ന, നിലവിളിക്കുന്ന, പുറമുറുക്കുന്ന, ഹല്ലേലൂയ പുറമുറുക്കുന്ന ഇന്നും ഉണ്ടല്ലോ അല്ലെ? ഹല്ലേലൂയ. ആമേൻ. ആരാധിക്കുന്ന മാതാവേ, നീ ഒരിടത്തിരുന്ന് ആരാധിക്കും, അപ്പുറത്തിരുന്നോണ്ട് പുറമുറുക്കുന്ന നിന്റെ മക്കളെ, നിന്റെ പ്രിയപ്പെട്ടവരില്ലേ? മോശ ദൈവ സാന്നിധ്യം അനുഭവിച്ചു. ദൈവത്തിന്റെ ശബ്ദം കേട്ട് മുമ്പോട്ട് ചുവട് വെക്കുമ്പോൾ അവന്റെ കാതിലും അവൻ കേൾക്കുകയാണ് പിറുപിറുക്ക്. അതിന് മോശ ജനത്തോട് ഭയപ്പെടണം. ഈ പിറുപിറുക്ക് കാരണം എന്താണെന്നറിയാമോ? അവരെ ഭയപ്പെടുത്തുന്ന ഒരുപാട് വിഷയങ്ങൾ അവരുടെ പുറകെ വന്നുകൊണ്ടിരിക്കുക. അറിവോ, ഒരു സ്നേഹം, കഠിനമായ ജോലി, ഭക്ഷണക്കുറവ്, വെള്ളമില്ല, അങ്ങനെ അനേക വിഷയങ്ങൾ അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ ഭയം അവരെ പിറുപിറുപ്പിലേക്ക് എത്തിച്ചു.
അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പി, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളു. ഇന്ന് സഹോദര, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുക. ഇന്ന് കർത്താവിന്റെ കരം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുക. ഭയപ്പെടേണ്ടത് നിന്നെ ഭയപ്പെടുത്തുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കാൻ പോകുകയാണ്. യഹോശാഫാത്ത് ഭയപ്പെട്ടു പോകുവാൻ, പരാജയപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിച്ചില്ലെന്നേ. ഇവിടെ ഇതാ മോശയിലൂടെ ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പി, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളി. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിലെ ഇനി ഒരു നാളും കാണുകയില്ല. ഒരു നാളും കാണാത്ത വിധത്തിൽ നിങ്ങളുടെ മുമ്പിലുള്ള വെല്ലുവിളികളെ, പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ ഇല്ലാതാക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. ഉറപ്പും ധൈര്യവുമുള്ളവരായി ആമേൻ വചനത്തിൽ വിശ്വസിച്ച് ജീവിക്കാൻ തയ്യാറാണോ? അവനെ ആരാധിക്കാൻ തയ്യാറാണോ? അവനെ സ്തുതിക്കാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പിനെന്ന് പറഞ്ഞു, ആവലാതി പറഞ്ഞു, സങ്കടം പറഞ്ഞു, എണ്ണിപ്പെറുക്കി, ആമേൻ അതേ ആരോട് പറഞ്ഞു, സമയം പോക്കാതെ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം, പ്രാർത്ഥന വിഷയം അറിയിക്കണം കേട്ടോ. ഹല്ലേലൂയ. വരുന്നവരോടും പോകുന്നവരോടും എല്ലാം ആവലാതി പറഞ്ഞ്, സങ്കടം പറഞ്ഞ്, സമയം പോക്കാതെ മിണ്ടാതിരിക്കുന്നേ, പിറുപിറുക്കുന്നേ. നിന്റെ പിറുപിറുപ്പിലെല്ലാം നിർത്തി യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പിനെന്ന് പറഞ്ഞു. ആമേൻ. സംഖ്യ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ യഹോവയോട് നിങ്ങൾ മത്സരിക്കാൻ മാത്രമരുത് കേട്ടോ. കുഞ്ഞുങ്ങളെ മത്സരിക്കരുത്. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജ പോലെയും. ശമൂവേലിന്റെ പുസ്തകത്തിൽ അങ്ങനെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് സംഖ്യാപുസ്തകത്തിൽ മോശ ആത്മനിയോഗം പ്രാപിച്ച് ഇസ്രായേൽ ജനത്തിന് വേണ്ടി എഴുതിയത് ഇങ്ങനെയാണ്: യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രമരുത്, ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്, അവർ നമുക്ക് ഇരയാകും, അവരുടെ ശരണം പോയിരിക്കും. നമ്മോട് കൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. പറയാം, നമ്മുടെ കൂടെ ആരുണ്ട് ദൈവമക്കളെ? ആരുണ്ട്? നമ്മോട് കൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. നിന്റെ ജീവിതത്തിന് നേടിയ ശക്തിയായി നമ്മുടെ കൂടെ ആരുണ്ട്? യഹോവയുണ്ട്. അവരെ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം അവൻ പറഞ്ഞു നിർത്തുന്നതാണ്: യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളി, യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. യുദ്ധം ആർക്കുള്ളതാ? യഹോവയ്ക്കുള്ളത്. അവൻ ചെയ്യുമെന്ന്. അവൻ യുദ്ധം ചെയ്താൽ ആമേൻ പരാജയപ്പെടത്തില്ല, ജയിക്കും. നീ വെറുതെ സംസാരിച്ച് സമയം കളയരുത്. നീ വെറുതെ ആ കേസ് കൊടുത്ത് പരാജയപ്പെടരുത്. നീ വെറുതെ കാശ് കൊടുത്ത് കാശ് നഷ്ടപ്പെടുത്തണ്ട. ഹല്ലേലൂയ. നീ മിണ്ടാതിരിക്കുക. ദൈവം നിനക്ക് വേണ്ടി അതേ പ്രവർത്തിക്കും. അപ്പോൾ യഹോശാഫാത്ത് സാഷ്ടാംഗം വണങ്ങി യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോവയുടെ മുമ്പാകെ വീട് നമസ്കരിച്ചു. എരിഹോ കോട്ട അല്ലെ, എരിഹോ മതി പിടിച്ചടക്കുവാൻ ചെന്നപ്പോ ദൈവം കൊടുത്ത വാഗ്ദത്ത ഭൂമിയെ അത് അവർക്ക് സ്വന്തമായി അനുഭവിക്കുവാൻ ദൈവം കൊടുത്തതാ. അത് അവകാശമാക്കാൻ ചെന്നപ്പോ ശത്രു മതിൽ കെട്ടിപ്പോയി. അവർ 7 പ്രാവശ്യം ദൈവം അവരോട് പറഞ്ഞതുപോലെ യോശുവയുടെ നേതൃത്വത്തിൽ അവർ കാഹളമൂതി ഉടമുടച്ചു, മതിൽ അമർന്നുപോയി. ആമേൻ. ജയം അവർ പ്രാപിക്കുവാൻ തക്കവണ്ണമിടയായി. ഉറച്ചു നിന്ന് സ്ഥിരമായി നിന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന രക്ഷ കാണും. അവരവിടെ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായപ്പോൾ മതിൽ അമർന്നുപോയി. ആദ്യപിതാക്കന്മാർ ആത്മാവിന് സത്യത്തിൽ ആരാധിച്ചു.
ഈ പകൽ ആരാധിക്കുവാൻ സമയം വേർതിരിച്ച ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ഒരു വിജയം ദൈവം നൽകി. നീ സ്വസ്ഥത അനുഭവിക്കാൻ പോവുക. ഹല്ലേലൂയ. യഹോശഫാത്തിന്റെ ചുറ്റും വിശ്രമം ഉണ്ടായി. ആ രാജ്യത്തിന് സ്വസ്ഥത ദൈവം നൽകി. നീ ആയിരിക്കുന്ന രാജ്യത്ത്, നീ ആയിരിക്കുന്ന ഭവനത്തിൽ, നിന്റെ ചുറ്റുപാടും ആമേൻ സ്വസ്ഥതയും വിശ്രമവും അനുഭവിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കുന്ന പകരം ഇന്ന് പകരം എത്ര പേര് ആമേൻ പറയും. അപ്പോൾ യഹോശഫാത്ത് സാഷ്ടാംഗം വീണ് യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോവയുടെ മുമ്പാകെ വീണ് നമസ്കരിച്ചു. ഇന്ന് പകൽ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിക്കുവാൻ നീ തയ്യാറായത് വൃഥാവാദത്തിലെ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞെ, അഭിഷക്തനെ, നിനക്കൊരു ജയമുണ്ട്. ഹല്ലേലൂയ. നിന്റെ ദാരിദ്ര്യം മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ രോഗങ്ങൾ സൗഖ്യമാകുകയാണ്. ആ ഭൂതാത്മ അവസ്ഥയിൽ കഴിയുന്ന ആമേനിന്റെ തലമുറകൾ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടുകയാണ്. നിരാശകൾ മാറുകയാണ്. പകൽ ആമേൻ പറഞ്ഞ എത്ര പേര് കെഹാത്യരും കോരഹരുമായ ലേവ്യർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റ്. ഇന്ന് പകൽ എല്ലാവർക്കും ഒന്ന് എഴുന്നേക്കാം. ഹല്ലേലൂയ. യെരിഹോവിന് ചുറ്റും മതിൽ അമർന്നു പോകുവാൻ ജനം എഴുന്നേറ്റ്. യോർദാൻ രണ്ടാകാൻ പുരോഹിതന്മാരുടെ കാൽ ഉള്ളകാൽ യോർദാനിൽ ചവിട്ടി. ഇന്ന് പകൽ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ നാം ഒരുമിച്ച് നിന്ന് ആരാധിക്കാൻ പോകുകയാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം, ഒടുവിൽ കർത്താവിൽ അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുകയും. ഹല്ലേലൂയ. മീഖയാവിന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ അവൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറഞ്ഞു. അത് ജനത്തിന് അനുഗ്രഹമായി. ഹല്ലേലൂയ. ഇത് അന്ത്യകാലമാണ്. സകല ജനത്തിന്മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. കെഹാത്യരും കോരഹരുമായ ലേവ്യർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ ഉച്ചത്തിൽ, എങ്ങനെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. ഇന്ന് പകൽ ശക്തിപ്പെട്ടുകൊണ്ട് നിനക്കെതിരെ യുദ്ധവുമായി കടന്നു വരുന്ന വലിയ സമൂഹത്തെ കണ്ട്, അത് രോഗമാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, ഹല്ലേലൂയ, വലിയ ദാരിദ്ര്യ അവസ്ഥയാണോ നിന്റെ ജീവിതത്തിന് മുമ്പിൽ വെല്ലുവിളിയായി നിൽക്കുന്നത്? ഹല്ലേലൂയ. വലിയ രോഗമാണോ നിന്റെ ജീവിതത്തിൽ വെല്ലുവിളിയായി നിൽക്കുന്നത്? ഹല്ലേലൂയ. അത് ഭൂത ശക്തിയാണോ? ഹല്ലേലൂയ. നിരാശകളാണോ? എന്ത് തന്നെ ആയിരുന്നാലും ഇന്നും പകൽ നാം എഴുന്നേറ്റ് ആരാധിക്കുമ്പോൾ അതെല്ലാം പരാജയപ്പെടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളുടെ വിജയം ആഘോഷിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവ് ആമേൻ ഇന്ന് പകൽ നമ്മുടെ നടുവിലും കടന്നു വന്നിട്ടുണ്ട്. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നും ഇന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഓ എന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ശക്തിയോടെ അകറ്റിയ തന്റെ സ്നേഹത്താൽ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, എന്നും കൂടെയുള്ളവൻ. ചൈനിക്കോ സഹായകനും സഹായകനും ഓ നല്ലവനും ആമേൻ ഓ നല്ലവനും
ശക്തിയുമാകേണ്ടത്. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. സിംഹാസനം ചെയ്യുന്ന വിശുദ്ധർക്ക് പ്രകാശം ഞാനും പ്രാപിപ്പാം. സിംഹാസനം ചെയ്യുന്ന വിശുദ്ധർക്ക് പ്രകാശം ഞാനും പ്രാപിപ്പാം. ശക്തികാരി തന്നെ നിങ്ങൾ സന്നിധിയിൽ നിർത്തണമേ. ശക്തികാരി തന്നെ നിങ്ങൾ സന്നിധിയിൽ നിർത്തണമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാഴുവാനായി വിളിച്ചു തന്റെ സർവ്വദേശം കണ്ടു. സിയോനിൽ വാഴുവാനായി വിളിച്ചു തന്റെ സർവ്വദേശം കണ്ടു. ആയന്തോ കണ്ടുതോ ഈ മന്ത്രമേ കണ്ടുതോ അങ്ങീരുള്ള കുലമേ ഈ മന്ത്രമേ അങ്ങീരുള്ള കുലമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. ഈ കോടി കാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടം എന്നു കാലത്തിൽ. ഈ കോടി കാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടം എന്നു കാലത്തിൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും കൂടെയുള്ളവൻ. ഹല്ലേലൂയ. ശത്രുപാളയത്തിൽ വില്ലൻ വീണത്തക്ക വിധത്തിൽ ഹല്ലേലൂയ. ആമേൻ. അതേ ശത്രുക്കളുടെ ഇടയിൽ കുഴപ്പം അത് സൃഷ്ടിക്കത്തക്ക വിധത്തിൽ ഹല്ലേലൂയ. അവർ പരസ്പരം പോരടിച്ച് സ്വയം നശിച്ചു പോകത്തക്ക വിധത്തിൽ ആമേൻ കർത്താവിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. ഹല്ലേലൂയ. ആമേൻ. കർത്താവിനെ പാടി ആരാധിച്ചവരെവിടെയുണ്ടോ, കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചവരെവിടെയുണ്ടോ, കർത്താവിന്റെ വചനം എവിടെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പിശാച് തകരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ജീവിതത്തിലെ ഏത് ശത്രുവിനും നിങ്ങളുടെ ആമേൻ ജീവിതം ജയകരമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അതെ, ദാരിദ്ര്യം, ജീവിതത്തിലെ ദാരിദ്ര്യം മാറും, രോഗം മാറും, ഭൂതങ്ങൾ മാറും, നിരാശകൾ മാറും, ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും പ്രാപിപ്പാൻ ഇടയായി തീരും. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പി. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കഴിയുകയില്ല. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം വലിയവനായ ദൈവം നമ്മുടെ മധ്യേ ഹല്ലേലൂയ ജയോത്സവകരമായി ആമേൻ മുമ്പോട്ട് പോകത്തക്ക വിധത്തിൽ ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. പുതിയ യെരൂശലേമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി ഹല്ലേലൂയ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പൈതലെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുക. ഹല്ലേലൂയ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലും. യഹോവ നിങ്ങൾക്ക് കൂടെ. ഹല്ലേലൂയ. ഇന്നലെ പകൽക്കാലം കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ വിജയം ആഘോഷിക്കുവാൻ തയ്യാറാവും. ഇനിയുള്ള ദിവസങ്ങളിൽ ആമേൻ വിജയശ്രീ ലാളിതനായ മരണത്തെ പാതാളത്തെ അതിജീവിച്ച മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് വിജയശ്രീ ലാളിതനായി വിജയത്തിന്റെ വെന്നിക്കൊടി പാലിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലുണ്ട്. വിശ്വാസ നായകനും പൂർത്തി വരുന്നവനുമായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ഒരുമിച്ച് യാത്ര ചെയ്യാം. നമ്മുടെ കർത്താവ് വീണ്ടും മടങ്ങി വരുവാൻ സമയമാകുന്നതായിക്കോട്ടെ. നിങ്ങളുടെ വിജയം ആഘോഷിക്കുവാൻ തയ്യാറാകൂ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ആമേൻ മണവാളനെ എതിരേൽക്കുക. വെളുക്കിൽ എണ്ണയെടുത്ത് ആമേൻ വിശുദ്ധ ജീവിതം തുടരാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ഷീജ ശബ്ദം പ്രാർത്ഥിക്കാം.
Hallelujah. 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 Thank you, Jesus. Hallelujah. 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 Thank you, Lord. Thank you, Lord. Thank you, Lord. Hallelujah. Amen. Hallelujah. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല സമയത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ. കർത്താവ് സമയം പാടുപടിയായിരിക്കുക. അപ്പൊ ഞങ്ങൾ സഹായിച്ചിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ. സ്വർഗമാനും ഭൂമിയുടെ പാടുപടിയല്ല അങ്ങോട്ട് പാടുപടിയായിരിക്കും കർത്താവേ. കൃപയിൽ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം സമയം കർത്താവ് പാടുവാൻ പ്രാർത്ഥിപ്പ ആരാധിപ്പം കർത്താവേ. ഞങ്ങൾ കൃപയിലോ കർത്താവ് ദൈവത്തിന് ധ്യാനിപ്പം കർത്താവേ. ഞങ്ങൾ കൃപയിൽ സ്തുതിക്കുന്നു. ദാസനെ എത്രത്തോളം സഹായിച്ച ലോകത്ത് പിന്നെ അധികമായി ശക്തിയും ബലപ്പെടുത്തുമാറാണമേ. അവന്റെ ബലത്തിൽ ശക്തിപ്പെട്ട ഓരോ ദിവസം പുതുശക്തി പ്രാപിച്ച് മുന്നേറുക. ആവശ്യമായ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേലെ അവിടെ പകരുമാറാണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അല്ലേലും മിശ്രമിനെ ഒരിക്കലും കാണുന്നില്ല. ആമേ അല്ലേലും കർത്താവ് ജീവൻ ആവശ്യമായ ജീവൻ അന്വേഷിപ്പ ഞങ്ങൾ എല്ലാവരും സഹായിച്ചാൽ സ്തുതിക്കുന്നു. ഇന്ന് പലക്കാലം ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പലക്കാലത്തെ കർത്താവ് ശുശ്രൂഷയല്ല അവരുടെ ജീവിതം വളരെ അനുഗ്രഹമായിട്ടുള്ള കർത്താവ് സഹായിച്ചിട്ടാണ് അതിനോട് സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവ്. മുട്ടോളമല്ല അരിയോളമല്ല നീന്തിട്ടല്ല കടപ്പമ്മയെ പരിശുദ്ധ നീന്തുക ഞങ്ങൾ ഓരോരുത്തർക്കും ഇടയാക്കി ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്തു കർത്താവ്. ഈ ബലത്തോടെ പൊയ്ക്കൊള്ളുക എന്ന് തിരുവനന്തപുരം വായിക്കുന്ന പോയപ്പ ഇന്ന് പ്രാവശ്യം പുതുബലത്തോടെ ഒരാഴ്ചക്കാലം ജീവൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേലെ അവിടുന്ന് അധികമായ ഒരു പകരമാറാണമേ എന്നോർത്തോട് പ്രാർത്ഥിച്ചു. ദാസനൊരു കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഓരോരുത്തരും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. Praise the Lord. Hallelujah. 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 കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. ആമേൻ. ഇന്നത്തെ ആരാധന ഇത്രത്തോളം നമ്മെ അനുഗ്രഹിക്കുകയും ധന്യമാക്കി തീർത്ത നമ്മുടെ കർത്താവിന് നമ്മുടെ കരങ്ങളെ തട്ടി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഞങ്ങളോടൊപ്പം ആരാധനയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ആമേൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രിയിലും 9 മണിക്ക് ലൈവിൽ കർത്താവിന്റെ വചനവുമായി കടന്നു വരുന്നു. നമുക്ക് ഒരുമിച്ച് ആയിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ആരാധന നിങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമായി തീരുന്നെങ്കിൽ ആമേൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കൂടെപ്പിറപ്പിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമന്റ് ബോക്സിൽ ഇടുക. ആമേൻ. അതെ, നിങ്ങൾക്ക് ആമേൻ വാട്സപ്പിൽ ആമേൻ ഒരു ഗ്രൂപ്പുണ്ട്, സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന്. ആമേൻ പ്രയർ ഗ്രൂപ്പാണ്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ ആരാധിക്കുന്നവരാണെങ്കിൽ ആമേൻ വൈകുന്നേരവും അതുപോലെ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഇതുപോലെ ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് യൂട്യൂബിൽ ഞങ്ങളുടെ മെസ്സേജ്, ഞങ്ങളുടെ പാട്ട് ഒക്കെ ലഭിക്കുന്നതാണ്. ഷിജു ജോസ് എന്ന് സെർച്ച് ചെയ്യുക. ഷിജു ജോസ്. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഷിജു ജോസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അല്ല, സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് സെർച്ച് ചെയ്താലും കിട്ടും. ആമേൻ. ഷിജു ജോസ് എന്ന് അടിച്ചാലും കിട്ടും. ആമേൻ. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തിയിട്ടില്ലെങ്കിൽ ബെൽ ബട്ടൺ അമർത്തുക. ആമേൻ. നിശ്ചയമായും അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ആശീർവാദത്തിന്. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം ആടിയാരെ യഹോവയെ മനസാൽ ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസാൽ ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുകയും വഴിനിർത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോട് കൂടെയും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും കൂടെയും കർത്താവിന്റെ 2ാം വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ജയം നൽകിയ കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിജയം ആഘോഷിക്കുവാൻ നിങ്ങൾ തയ്യാറാകും. ദൈവം അനുവദിച്ചാൽ വൈകുന്നേരം 9 മണിക്ക് വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്.